ജീവിതത്തിൽ ഒരു പക്ഷേ ഈ ഇരിക്കുന്ന നമുക്കും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകും, ഒരുപാട് ആനന്ദങ്ങൾ ഉണ്ടാകും. പക്ഷേ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ ഓർത്താൽ വീട്ടിലേക്കൊന്ന് കടന്നു പോകാൻ പോലും വെറുപ്പ് തോന്നുന്ന ചില ആളുകൾ. അള്ളാഹു ഒരുപാട് നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ വല്ലാത്ത വിഷമമാണ്, വല്ലാത്തൊരു നൊമ്പരമാണ്. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ളാഹി ആശംസുറായ ഹബീബുള്ളാഹി ഈശോരിന്തുള്ള മഹാരാജരേ ആശംസുറായ റസൂലുള്ളാഹി. മദീനത്തിന്റെ രാജകുമാരന്റെ പാഠം ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നിരിക്കുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞു പോവുകയാ, എന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നുപോ ലോകത്തിന്റെ രാജകുമാരനെ പ്രേമിച്ചുകൊണ്ട് കടന്നു വന്ന സ്വഭാവത്തെ അൽഹംദുലില്ലാഹ് ഇന്ന് വരെ ഇന്നെന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയം വരെ കുടുംബ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളോടുകൂടി കടന്നു വന്നവരാണോ, പ്രയാസങ്ങളുമായിട്ട് കടന്നു വന്നവരാണോ, നൊമ്പരങ്ങളുമായി കടന്നു വന്നവരാണോ? ഒരു പക്ഷേ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, നിങ്ങൾക്ക് പറയാൻ ആഗ്രഹമുണ്ടല്ലോ ഉസ്താദേ, കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലമായി 2 കൊല്ലമായി 3 കൊല്ലമായി കുടുംബ ജീവിതത്തിന് വിള്ളലേറ്റിരിക്കുകയാണ്, സമാധാനമില്ല, സമ്പത്തുണ്ട്, പക്ഷേ എനിക്ക് വല്ലാത്ത നൊമ്പരമാണ്. എഞ്ചിനീയർ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരുപാട് സഹോദരങ്ങൾ വിളിച്ചിട്ട് പേഴ്സണലായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, സാറ് കുടുംബ ജീവിതമൊന്ന് സന്തോഷമാകാൻ ദ്വാരക്കണമെന്നാണ്. അൽഹംദുലില്ലാഹ് ഒരു വേള ഞാൻ കളവ് പറയുകയല്ലോ. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ബാബാഹാജ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഒരു പരിശുദ്ധമാക്കപ്പെട്ട ബദറിന്റെ പ്രഭാഷണത്തിന് സോഹാറിലേക്ക് ഈ സാധുവിനെ കൊണ്ടുപോയി അവിടെ നിന്ന് പ്രഭാഷണം കഴിഞ്ഞു. സാധുവായ ചെറുപ്പക്കാരൻ എന്നോട് കടന്നു വന്നിട്ട് പറഞ്ഞു, സാധു നാട്ടിലേക്ക് പൈസയ്ക്ക് കൊടുക്കുന്നോണ്ട് എനിക്ക് മടിയില്ല, പക്ഷേ എനിക്കാകപ്പാടുള്ള പ്രയാസമേതെന്നറിയോ, എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എത്ര കൊടുത്തിട്ടും എന്റെ ഭാര്യ ഒരു നല്ല വർത്തമാനം പറയുന്നില്ല, അതുകൊണ്ടൊരു സന്തോഷത്തിന്റെ വർത്തമാനം പറയാൻ ദുആ ചെയ്യണമെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥയല്ല. 60 വയസ്സ് മുതൽ തുടങ്ങി 70 വയസ്സുള്ള പാപ്പമാര് വരെ പറഞ്ഞിട്ടുള്ള കഥകള് എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിന്റെ മനോമുഖരത്തിൽ കടന്നു വരികയാണ്. എല്ലാവർക്കും പ്രയാസങ്ങളാണ്. അപ്പോ ഇവിടേക്ക് ഉപ്പമാര് ചോദിക്കും, വേറെ എത്ര വിഷയങ്ങൾ ഉസ്താദേ പറയാൻ? സംഭവമൊക്കെ ഓക്കെയാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കി, എന്നിട്ട് നിങ്ങൾ പറയും ഇൻഷാ അല്ലാഹ് ഇത് പറയേണ്ട വിഷയമാണല്ലേ. എല്ലാവർക്കും പരാതിയാണ്. 60 വയസ്സുള്ള ബാപ്പാക്കും പരാതി, 60 വയസ്സുള്ള ഉമ്മാക്കും പരാതി, കുടുംബ ജീവിത സന്തോഷമില്ല. എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ചില വഴികളുണ്ട്. എന്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങൾ നിസ്കരിക്കുന്നവരാണല്ലോ, നിങ്ങൾ നോമ്പെടുക്കുന്നവരാണല്ലോ, നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നവരാണല്ലോ, നിങ്ങൾ നിസ്കരിക്കുന്ന ഒരു ളുഹർ നിസ്കാരത്തിന് പകരം അല്ലാഹു ഇരട്ടി ളുഹർ നിസ്കാരത്തിന്റെ പ്രതിഫലം തരുന്നൊരു പ്രവർത്തനം ഞാൻ പഠിപ്പിക്കട്ടോ. അൽഹംദുലില്ലാഹ് സഹാബത്തിന് സന്തോഷമാവുകയാണ്. ഹബീബിന്റെ കരങ്ങളിലൂടെ അടർന്നു വീണുപോയ വാക്കുകളല്ലാതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിന്റെ വായുകളിലൂടെ അടർന്നു വീണില്ല. ആ ഒരു വാക്കല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയുള്ളൂ. ആ ഒരു സന്തോഷത്തോടുകൂടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്ന വാക്ക് കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇശാ നിസ്കരിച്ചല്ലോ, നിങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ചല്ലോ, നിങ്ങൾ ളുഹർ നിസ്കരിച്ചല്ലോ, എന്നാ ഈ ഒരു ളുഹറിന് പകരം, ഈ ഒരു അസറിന് പകരം, ഈ ഒരു ഇശാഇന് പകരം, ഈ ഒരു സുബ്ഹിക്ക് പകരം അല്ലാഹു നിങ്ങളുടെ ഓരോ ഇബാദത്തിന് ഇരട്ടി നിസ്കാരത്തിന്റെ പ്രതിഫലം തരുന്നൊരു പ്രവർത്തനം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു പോകുമ്പോ സ്വഹാബത്ത് ഒന്നടങ്കം പ്രിയപ്പെട്ടവരൊക്കെ ഒന്നടങ്കം പറഞ്ഞ അൽഹംദുലില്ലാഹ്. പെട്ടെന്നൊന്ന് പറയാവോ, സന്തോഷത്തോടുകൂടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ ചാരത്തിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളിൽ വിവാഹം കഴിച്ചവരാരാണ്? നിങ്ങളിൽ വിവാഹം കഴിച്ചവരാരാണ്? കുറെ ആളുകൾ എഴുന്നേറ്റു, ഞാനുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യമാരെങ്ങനെയാണ്?
അപ്പോൾ ചിലർ പറഞ്ഞു അൽഹംദുലില്ലാ വളരെ സന്തോഷമാണ്, സമാധാനമാണ്, ഓൾ അവിടെ ഉള്ളത് കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തന്നെ വല്ലാത്തൊരു സന്തോഷം. അതിൽപ്പെട്ട ഒരു സ്വഹാബി ബഹുമാനപ്പെട്ട ഹുറൈം റളിയല്ലാഹു അൻഹു മുന്നേക്ക് വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങളെ, നിങ്ങളോട് ഈ ഒരു പരാതി പറയാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കുറെ നാളായി എന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഇന്നേ വരേക്ക് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു പരാതി പറയാൻ ഞാൻ കാത്തു വന്നതാണ്, ആ ഒരു പരാതി പറയാൻ വേണ്ടി കടന്നു വന്നതാണ്. യാ അല്ലാഹ്, ആ ഒരു സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ പന്ത്രണ്ട് ചുണ്ടുകളിലൂടെ കടന്നു വന്നത്. ഇന്നിവിടെ പ്രഭാഷണത്തിന് കടന്നു വന്നുപോയ ചാപ്പനങ്ങാടിയില് പ്രഭാഷണത്തിന് കടന്നു വന്നുപോയ ഒരുപാട് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഞാൻ കാണുകയാണ്. അല്ലാഹുവേ, ഇവിടെ കടന്നു വന്നുപോയ മുഴുവൻ ചെറുപ്പക്കാർ, ഉപ്പമാരും ഉമ്മമാരെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ല. എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, അവിടെ സുമാരങ്ങൾ പറയുകയാ, ലോകത്തിന്റെ രാജകുമാരന്റെ വിശാലത്തിന്റെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടന്ന് വീണുപോയൊരു വാക്ക് ഞാൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടി കേൾക്കുക. നിങ്ങളതാ വീട്ടിന്റെ ഉള്ളിൽ കഴിയുമ്പോ നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ ചീത്ത വിളിച്ചാൽ, നിങ്ങളെ കളിയാക്കിയാൽ, നിങ്ങളെ കുറ്റം പറഞ്ഞാൽ, നിങ്ങൾ ആക്ഷേപത്തിന്റെ കൂടമ്പുകൾ കൊണ്ട് നിങ്ങൾ മോഹിച്ചു പോയാൽ തിരിച്ചു നിങ്ങളൊന്നും പറയാതെ എത്ര വെറുപ്പിക്കുന്നൊരു വർത്തമാനമാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാര് പറയുന്നത്. അത്രയും ദുഷിച്ച വർത്തമാനം പറഞ്ഞിട്ട് പോലും നിങ്ങൾ സഹിക്കുന്നവരായോ, നിങ്ങൾ ക്ഷമിക്കുന്നവരായോ? എന്നാൽ അള്ളാഹു നിങ്ങൾ നിസ്കരിക്കുന്ന ഒരു ളുഹർ നിസ്കാരത്തിന് പകരം അള്ളാഹു ഇരട്ടി ളുഹർ നിസ്കാരത്തിന്റെ പ്രതിഫലം തരുമെന്ന് പറഞ്ഞു പോയത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് റസൂലുള്ളാഹി സലാത്തിനൊന്ന് പവർ വേണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരാണല്ലേ, അപ്പൊ അവളൊരു പെണ്ണല്ലേ, അതുകൊണ്ട് അവൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആണാകുന്ന നമ്മൾ അവള് പറയണ വാക്ക് കേട്ടങ്ങ് അങ്ങനെ അങ്ങോട്ട് പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്ത. അവളൊരു പെണ്ണാണ്, അവൾ ഒന്ന് പറഞ്ഞാൽ നമ്മൾ 9 പറയണം, അല്ലെങ്കിൽ നമ്മൾ ആണല്ല എന്നല്ലേ നമ്മുടെ ചിന്ത. പക്ഷേ മുസ്തഫ എനിക്ക് നിങ്ങൾ പറയാൻ, അവള് പറയുന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് തീരെ ഇഷ്ടപ്പെടാത്തതായിരിക്കും. പക്ഷേ നമ്മളത് സഹിച്ചാൽ, ക്ഷമിച്ചാൽ, അൽഹംദുലില്ലാഹ് നിങ്ങളുടെ ഓരോ നിസ്കാരത്തിനും അല്ലാഹു തആല ഇരട്ടി ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ ഓരോ ഇബാദത്തിനെയും യോദ്ധാക്കളുടെ പട്ടികയിൽ അല്ലാഹു തആല രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞത് മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഈ എത്ര വയസ്സായിക്കോട്ടെ, വയസ്സായത് കൊണ്ട് ഇനി കുടുംബജീവിതം പറ്റൂലെന്നില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ കറക്റ്റ് വഴി ഞാൻ പറഞ്ഞു തരാം. അതുകൊണ്ട് സഹിച്ചാൽ, അതുകൊണ്ട് ക്ഷമിച്ചു പോയാൽ, ഇന്ന് നിങ്ങൾ നിസ്കരിച്ച ളുഹറിന് ഇരട്ടിക്കൂലി, അസറിന് ഇരട്ടിക്കൂലി. അപ്പൊ എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. അൽഹംദുലില്ലാഹ്. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. യൂനുസ് നബിയെ കാണാൻ കുറെ ചെറുപ്പക്കാർ കടന്നു വരികയാ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരെ സ്വീകരിക്കേണ്ടുന്ന കോലത്തിൽ സ്വീകരിക്കുകയാണ്. അവരെ മുഴുവനും വിളിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് നിർത്തുകയാ. സന്തോഷത്തോടെ അവരെല്ലാം കടന്നു വന്നുകൊണ്ടിരുന്നു പോവുകയാണ്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു അതിഥിയെ സ്വീകരിക്കേണ്ടുന്ന കോലത്തിൽ അവരെ സ്വീകരിച്ചിരുത്തിയിട്ട് പറയാ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പോ കടന്നു വരാമെന്ന് പറഞ്ഞിട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോകുന്നത് അല്ലാഹുവേ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്തേക്കാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിലുണ്ട്, അടുക്കളയുടെ ഭാഗത്തേക്കൊന്ന് കടന്നു പോവുകയാ. അവിടെ ചെന്ന് എന്തൊക്കെയോ ഭാര്യയോട് പറയുകയാണ്. ഈ വന്ന ചെറുപ്പക്കാർ കുറെ നേരമായിട്ട് കാത്തിരിക്കുന്ന പക്ഷേ കാണുന്നില്ല, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണുന്നില്ല. അങ്ങനെ അവരിൽപ്പെട്ട ഒരാളിറങ്ങിയിട്ട് യൂനുസ് നബി എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ കടന്നു പോകുമ്പോ യാ അല്ലാഹ്, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് നിൽക്കുകയാണ്. എങ്ങനെയാ നിൽക്കുന്നത്? തന്റെ പ്രിയപ്പെട്ടവൾ അവിടെ നിന്ന് യൂനുസ് നബിയെ അടിക്കുന്നുണ്ട്, യൂനുസ് നബിയെ ചീത്ത വിളിക്കുന്നുണ്ട്, യൂനുസ് നബിയെ കുറ്റം പറയുന്നുണ്ട്, യൂനുസ് നബി ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് നോക്കുകയാണ്. ഇതൊക്കെ കണ്ടുപോയവരുടെ മനസ്സിൽ വല്ലാത്ത വേദന വന്ന് കടന്നു വരികയാ. അവിടെ നിന്നവരൊക്കെ നോക്കി നിൽക്കുകയാ. ബാക്കിയുള്ള ചെറുപ്പക്കാരും അത് കണ്ടുപോയി. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ മൗനമായി നിൽക്കുകയാ. തിരിച്ചു വരുമ്പോൾ ഈ ചെറുപ്പക്കാരെ കണ്ടിട്ട് യൂനുസ് നബി അവിടെ നിന്ന് പറഞ്ഞുപോയി, നിങ്ങൾ
നിങ്ങൾ കണ്ടതൊക്കെ ശരിയാണല്ലോ. എന്റെ ഭാര്യ എന്നെ ആക്ഷേപിച്ചു, എന്റെ ഭാര്യ എന്നെ കളിയാക്കി, എന്റെ ഭാര്യ എന്നെ കുറ്റപ്പെടുത്തി, അവൾ എന്നെ അടിച്ചു, അവൾ എന്നെ ചീത്ത വിളിച്ചു. പക്ഷേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനത് മുഴുവനും സഹിച്ചു ക്ഷമിച്ചുപോയി. എന്തേ കാരണമെന്നറിയോ? പാതിരാത്രിയായാൽ ഞാൻ എഴുന്നേൽക്കുകയാണ് പടച്ചവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ ഞാൻ എഴുന്നേറ്റിട്ട് അവിടെ വെച്ചുകൊണ്ട് മനസ്സ് വെട്ടിയിട്ട് ഞാൻ ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്ത് വെച്ചിട്ട് യൂനുസിന് എന്തെങ്കിലും ശിക്ഷ നീ തരുന്നെങ്കിൽ തന്നോ. നാളെ മഹ്ശറയാകുന്ന കോടതിയിൽ ബാപ്പയില്ലാതെ, ഉമ്മയില്ലാതെ, സഹോദരങ്ങളില്ലാതെ, കൂടപ്പുറപ്പുകളില്ലാതെ നഫ്സി നഫ്സി നഫ്സിയാ സ്വന്തം ശരീരത്തിന് വേണ്ടി നെട്ടോട്ടമോടുമ്പോ ആ മഹ്ശറയിൽ വെച്ചുകൊണ്ട് യൂനുസിനെ പിടിച്ചു നിർത്തിയിട്ട് പരാജയപ്പെടുത്തല്ല അല്ലാഹ്. അതുകൊണ്ട് ദുനിയാവിന്റെ പുറത്ത് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് വേണോ തന്നുകൊള്ളുക. ഞാൻ ദുആ ചെയ്ത റബ്ബിനോട്, അല്ലാഹുവേ, ഇവിടെ വെച്ച് എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറാണ്. നാളെ മഹ്ശറയിലേക്ക് എന്നെ പിടിച്ചു നിർത്തരുത്, അതെനിക്ക് താങ്ങാൻ പറ്റൂല. മഹ്ശറയിലേക്ക് എന്നെ മാറ്റി നിർത്തരുത്, അതെനിക്ക് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ഇവിടെ വെച്ചിട്ട് എന്ത് വേണോ ചെയ്തോ. ഉടൻ തന്നെ അല്ലാഹുവിനെ വിളിച്ചു, ഓ യൂനുസ്, ആ കാണുന്ന വീട്ടിൽ ഒരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ നീ നിക്കാഹ് ചെയ്യണം, ആ പെണ്ണിനെ കല്യാണം കഴിക്കണം, അതാണ് നിന്റെ ഏറ്റവും വലിയ ശിക്ഷ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു. അതോടുകൂടി ഞാൻ ആ പെണ്ണിനെ കെട്ടി ഇത്രയും നാളുകളായി കഴിഞ്ഞുകൂടുകയാണ്. അന്നു മുതൽ ഇന്നേ വരേക്ക് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. യൂനുസ് നബിയോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ, അന്നു മുതൽ ഇന്നേ വരേക്ക് എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. ഈ സഹിച്ചതും ക്ഷമിച്ചതും ഒക്കെ ആരാൻ? ഒരു നബിയാണ്. നന്നായിട്ട് കേൾക്കേണ്ടുന്ന ഒരു വിഷയം നിങ്ങളിത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് പിന്നെ പിടുത്തം വിട്ടണമെന്നില്ല, എന്നാലൊന്ന് ശ്രദ്ധിച്ച ഇൻഷാ അല്ലാഹ് നമുക്കൊരു മാറ്റം ഉണ്ടാകും. അവിടെ നിന്ന് പറഞ്ഞു, ഞാനൊക്കെ ക്ഷമിച്ചു, ഒക്കെ സഹിച്ചു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് സന്തോഷാണ്, എനിക്ക് ആനന്ദമാണ്. അള്ളാഹുവിനോട് ഞാൻ പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ ശിക്ഷ അതാണ്. അൽഹംദുലില്ലാഹ്, ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എനിക്ക് സമാധാനമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് ആനന്ദമില്ല. കാരണം എന്തെന്നറിയോ? ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എന്റെ സഹോദരങ്ങളെ, ഈ കഥ ആരാണ് പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? ഒരിക്കലും പോലും കളവ് പറയാത്ത മദീനത്തിന്റെ രോമാഞ്ചമേ, ഖൽബിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളെ വല്ലതും പറയുമ്പോ, നിങ്ങളെ ചീത്ത വിളിക്കുമ്പോ, നിങ്ങളെ ആക്ഷേപത്തിന്റെ വാക്കുകൊണ്ട് നിങ്ങളെ കളിയാക്കുമ്പോ എന്തുകൊണ്ട് കൊടുത്താലും നല്ല ഒരു വർത്തമാനം പറയുന്നില്ലല്ലോ. അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിലോ, നിങ്ങൾ സഹിച്ചുപോയാൽ, നിങ്ങൾ ക്ഷമിച്ചുപോയാൽ, അൽഹംദുലില്ലാഹ്, നിങ്ങളുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളില്ലേ, ആ പാപങ്ങൾ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹുവിനെ പൊറുക്കുമെന്ന് പറഞ്ഞു പോയതാരാ? നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാം. ഈ കഥ പറഞ്ഞത് ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സഹിക്കുന്നവരായാൽ, മുഹമ്മദ് റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ സഹിക്കുന്നവരായാൽ എന്തായിക്കോട്ടെ, ഇനി നമ്മൾ എന്തുകൊണ്ട് കൊടുത്താലും ഒരു നല്ലൊരു വർത്തമാനം പറയണില്ല, ആ ഒരു കൂട്ടത്തിലാണെങ്കിൽ പോലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് സഹിച്ചാൽ, അവിടെ നിന്ന് പറഞ്ഞോട്ടെ, കണ്ണുകൊണ്ട്, കാതുകൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്തു, നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കുകയാണ്. അതിനുള്ള ഏറ്റവും നല്ല സംഭവം ഏതാ? മദീനത്തിന്റെ രാജകുമാരനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടമാണ്. ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കിടന്നിറങ്ങുമ്പോ അന്നൊരു സ്വപ്നം കാണുകയാണ്. അന്ന് ആ നാട്ടിലൊരു മരണം നടന്നു. പടച്ചവന്റെ പള്ളിയിലേക്ക് അധികമായിട്ട് കടന്നു വരുന്നത് കണ്ടിട്ടില്ല, അധികം നോമ്പെടുക്കുന്നത് കണ്ടിട്ടില്ല, അധികം സക്കാത്ത് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ കടന്നു വരുന്ന ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുപോകുന്ന സ്വപ്നമാണ്. ഒരുപാട് നിസ്കാരങ്ങളില്ലാത്ത, സുന്നത്തില്ലാത്തൊരു മനുഷ്യൻ മരിച്ചു പോവുകയാണ്. യാ അല്ലാഹ്, അന്ന് രാത്രി ആ മനുഷ്യനെ സ്വപ്നം കാണുകയാണ്. അൽഹംദുലില്ലാഹ്,
അൽഹംദുലില്ലാ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോവുകയാണ്. റഹ്മത്തിന്റെ മാലാകമാര് പൊതിഞ്ഞിരിക്കുകയാണ്. അബൂബക്കർ തങ്ങൾ ഞെട്ടി ഉണരുകയാണ്. അല്ലാഹുവേ, ഒരുപാട് നിസ്കാരങ്ങളില്ലാത്ത, ഒരുപാട് നോമ്പുകളില്ലാത്ത, ഒരുപാട് സുദഖയില്ലാത്ത, ഒരുപാട് സക്കാത്തില്ലാത്ത ഈ ഒരു മനുഷ്യർക്ക് ഇതുപോലെ സൗഭാഗ്യം എന്തേ കിട്ടിപ്പോയത് എന്ന് പറഞ്ഞിട്ട് അവിടെ ദുആ ചെയ്തിട്ട് വീണ്ടും കിടന്നിറങ്ങുമ്പോ ആ ഉറക്കത്തിൽ ആരാണ് കടന്നു വരുന്നത്? ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാ. എന്നിട്ട് പറഞ്ഞ അബൂബക്കറേ, ശരിയാണ്, ആ മനുഷ്യൻ സന്തോഷമുള്ളവനാണ്, ആ മനുഷ്യൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല, എന്നാലും അല്ലാഹു പാപങ്ങൾ അങ്ങനെ പുറത്തു കൊടുത്തുവെന്നറിയോ? ആ മനുഷ്യന്റെ പ്രിയപ്പെട്ടവൻ അദ്ദേഹത്തിനോട് എപ്പോഴും വഴക്കിടുന്നവരായിരുന്നു, എപ്പോഴും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നവരായിരുന്നു, എപ്പോഴും അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നവരായിരുന്നു, എപ്പോഴും അദ്ദേഹത്തെ കളിയാക്കുന്നവരായിരുന്നു. പക്ഷേ തിരിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അത് സഹിക്കാനും ക്ഷമിക്കാനും ആ മനുഷ്യൻ തയ്യാറായപ്പോ അല്ലാഹു ആ തന്റെ ഭാര്യ പറയുന്ന ഓരോ വാക്കിനും ആ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തുവെന്ന് കിനാവിലൂടെ കാണിച്ചു കൊടുത്തത് ലോകത്തിന്റെ മണിമാരരെ മുഹമ്മദ് മുസ്തഫ. പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നായിട്ടൊന്ന് കേട്ടാ ഇൻഷാ അല്ലാഹ് നമുക്കും ഇതുപോലെ ഒന്നുമില്ലെങ്കിലും, ഞാനും നിങ്ങളൊക്കെ അത്ര വലിയ ഈമാൻ കൂടിയ ആൾക്കാരൊന്നുമല്ല. നമ്മുടെ പാപങ്ങൾ ചോർന്നു പോകാൻ, കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൽബുകൊണ്ട് ചിന്തിച്ച പാപങ്ങളൊക്കെ ഇല്ലാണ്ടാകാൻ അവര് പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തവടി കടിക്കാൻ നിൽക്കണ്ട, വേറെ എന്തിനും കുറ്റം പറയാൻ വേണ്ടിയിട്ട് മാറി നിൽക്കണ്ട, കണ്ടതിനൊക്കെ കുറ്റം, അത് വേണ്ട. എന്ത് വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഖുർആൻ അങ്ങനല്ലേ പറഞ്ഞു, എന്ത് വന്നാലും ശരി സഹിക്കാൻ നിങ്ങൾ ഇൻഷാ അല്ലാഹ്. എന്റെ ഉപ്പയെ പോലെ കണ്ടിട്ട് പറയാം, നമ്മളൊന്ന് റെഡിയായാൽ അൽഹംദുലില്ലാ നമ്മളറിയാത്ത വഴികളിലൂടെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ ചോർത്തിക്കളയാൻ. പിന്നെ കൊണ്ടുപോകുമ്പോൾ റഹ്മത്തിന്റെ മാലാകമാര് കൊണ്ടുപോകണം നമ്മളെ. കുളിപ്പിക്കാൻ റഹ്മത്തിന്റെ മലക്കൾ വരെ കാറിന്റെ പാപങ്ങളൊന്നുമില്ല, കുറ്റങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ ഉമ്മമാര് മനസ്സുകൊണ്ട് കരുതണം, പടച്ചോനെ ഞാൻ എന്റെ ഭർത്താവിന് ഒരു വാക്ക് പറയുമ്പോ അത്രത്തോളം ഗൗരവമുള്ളതാണോ? എന്റെ ഭർത്താവിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോ എന്റെ വാക്ക് അത്രയും ഒരു വിഷമാണല്ലോ പടച്ചവനെ എന്ന് എന്റെ ഉമ്മമാര് മനസ്സിലാക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് സന്തോഷമുണ്ട്. എന്നാൽ ഉറപ്പാ നമ്മളൊക്കെ വിജയിക്കുമെന്നാണല്ലോ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ് അവിടെ നിന്ന് നല്ലൊരു സംഭവം നന്നായിട്ടൊന്ന് അവിടെ നിന്ന് എടുത്തുദ്ധരിക്കുന്നുണ്ട്. നല്ലൊരു ആലിമായ, എന്തിനാ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നത്? ജീവിതത്തിൽ ഒരു പാഠം കിട്ടാനാണ്. ആലിമായ, ആബിദായ, സൂഫിയായ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ജീവിച്ചു ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവാൻ. അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ സംഭവം? നല്ലൊരു മനുഷ്യൻ, അദ്ദേഹം ഇങ്ങനെ കടന്നുപോയി. ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ കുറെ ആളുകൾ ഇങ്ങനെ കടന്നു വന്നിട്ട് ഈ ആബിദായ മനുഷ്യനെ നോക്കിയിട്ട് പറയാണ്, ഗതഭാഗ്യവാനായ മനുഷ്യൻ, ഭാഗ്യം കെട്ട മനുഷ്യൻ, അല്ലാഹുവേ ഞാൻ ഇത്രയും മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുത്തിട്ടും അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചിട്ടും എന്നെ പറ്റി എന്തും ഭാഗ്യം കെട്ട മനുഷ്യനെന്നോ, എന്നെപ്പറ്റി ഭാഗ്യം കെട്ട മനുഷ്യനെന്നോ? ആബിദായ മനുഷ്യൻ അവിടെ നിന്ന് നമ്പരത്തോടുകൂടി കടന്നു പോവുകയാണ്. യാ അല്ലാഹ്, ആരോടാണ് എന്റെ അവസ്ഥയെപ്പറ്റി ഒന്ന് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോഴാണ് ഒരു കൊച്ചുകുട്ടി കടന്നു വരുന്നത്. ആ കുട്ടിയോട് ആബിദായ മനുഷ്യൻ അവിടെ നിന്ന് ചോദിച്ചു പോവുകയാണ്, പൊന്നുമോനെ ആരെപ്പറ്റിയാ നിങ്ങൾ മോശമായ മനുഷ്യനെന്ന് പറഞ്ഞു പോയത്? ഭാഗ്യം കെട്ട മനുഷ്യൻ, ഭാഗ്യമില്ലാത്ത മനുഷ്യൻ എന്നാരെ പറ്റിയാണ് പറഞ്ഞു പോയത് എന്നവിടെ നിന്ന് ചോദിക്കുന്ന സമയം ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, തങ്ങളെ നിങ്ങളെപ്പറ്റി തന്നെയാണ് പറഞ്ഞു പോയത്, നിങ്ങളെപ്പറ്റി തന്നെയാണ് പറഞ്ഞു പോയത്. ഞാൻ ഖുർആൻ പഠിപ്പിച്ചത് കുറ്റമാണോ? പടച്ചവനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രാപ്പകലില്ലാതെ സമയങ്ങൾ മാറ്റിവെച്ചത് ഞാൻ ചെയ്തു പോയ കുറ്റമാണോ, വിദ്വേഷമാണോ എന്നവിടെ നിന്ന് ചോദിച്ചു പോകുമ്പോ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ല പിന്നെ എന്തേ പറ്റിയെന്നറിയോ? ഇന്നലെ വരെ അല്ലാഹു കഴിഞ്ഞാഴ്ച വരെ നിങ്ങളുടെ ഇബാദത്തുകൾ അല്ലാഹു രേഖപ്പെടുത്തിയിരുന്നത് യോദ്ധാക്കളുടെ പട്ടികയിലായിരുന്നല്ലോ. ഓരോ ളുഹർ നിസ്കാരത്തിനും അല്ലാഹു നിങ്ങൾക്ക് ഇരട്ടി നിസ്കാരങ്ങളുടെ പ്രതിഫലം തന്നല്ലോ. അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വാരിക്കോരി തന്നതാണ്. ഇവരാളിച്ചുകൊണ്ട് അല്ലാഹു വിളിച്ചുകൊണ്ട് മലക്കനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്, ഇനി അവർക്ക് ആ ഒരു പ്രതിഫലം കൊടുക്കണ്ട. ഒരു ളുഹറിന്റെ കൂലി, ഒരു അസറിന്റെ കൂലി, ഒരു മഗ്‌രിബിന്റെ കൂലി, അതല്ലാതെ ഒരു പ്രതിഫലം യോദ്ധാക്കളുടെ പട്ടികയിലും അവനെ രേഖപ്പെടുത്തണ്ട എന്നിങ്ങനെ പറഞ്ഞ പാപിതായ മനുഷ്യൻ ചോദിക്കുകയാ, എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തു പോയത്? തങ്ങളെ കഴിഞ്ഞാൽ
ജനിച്ചവരെ, നിങ്ങളെ കുറ്റം പറയുന്ന, നിങ്ങളെ ആക്ഷേപിക്കുന്ന, നിങ്ങളെ കളിയാക്കുന്ന ഒരു ഭാര്യ നിങ്ങൾക്കുണ്ടായിരുന്നല്ലോ. ആ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞാലും തിരിച്ചു നിങ്ങളൊന്നും പറയാറില്ല, തിരിച്ചു നിങ്ങളെ കുറ്റപ്പെടുത്താറില്ല, തിരിച്ചു നിങ്ങൾ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ കൊണ്ട് നോവിക്കാറില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ച മുതൽ നിങ്ങൾക്ക് ആ ഒരു പ്രതിഫലം അല്ലാഹു തരുന്നില്ല. നിങ്ങളുടെ ഭാര്യ ഒരാഴ്ചക്ക് മുമ്പ് മരിച്ചു, ആ പെണ്ണ് കബറിലാണ്. അതുകൊണ്ട് നിങ്ങളെ കുറ്റം പറയുന്നില്ല, ആക്ഷേപിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്രതിഫലം നഷ്ടമായി പോയിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നുകൊണ്ട് തന്റെ ശിക്ഷകൾ നിങ്ങളെ വിളിച്ചിട്ട് പറയാ, എനിക്കൊന്നുകൂടെ കല്യാണം കഴിക്കണം. സുബ്ഹാനല്ലാഹ്. തന്റെ ഭാര്യ ചീത്ത വിളിച്ചു, ആക്ഷേപിച്ചു. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഓഫർ എത്രയാണ്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യം എത്രയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇത് കേൾക്കുമ്പോൾ കേൾക്കാനുള്ള കാരണം വേറെ മരണത്തെ നിങ്ങൾ സാധാരണ പറയുമ്പോൾ മരണത്തെ പറ്റി പറയും. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ഉറക്കെ നാമീൻ പറഞ്ഞ് അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. അതുകൊണ്ട് സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല, സൂക്ഷിച്ചാൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ജീവിതത്തിൽ എല്ലാത്തിനും, കണ്ടതിനും കേട്ടതിനും ഒക്കെ കുറ്റം കണ്ടുപിടിക്കരുത്. എല്ലാത്തിനും സംശയ രോഗവുമായിട്ട് മുന്നോട്ട് കടന്നു പോകരുത്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞല്ലോ, എന്താ പറഞ്ഞു പോയത്? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ തന്നെ വല്ലാതെ അങ്ങോട്ട് സംശയിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അവിടെ നിന്ന് മറച്ചു വെച്ചിട്ട് എന്തിനാ നിങ്ങളുടെ ഭാര്യമാരെ മാത്രം നിങ്ങൾ ഇങ്ങനെ സംശയിക്കുന്നത്? ഇത് ഷമീർ ദാരിമിയുടെ ഇരിക്കണ പണ്ഡിതന്മാരുടെ ഒന്നും വാക്കല്ല. ബഹുമാനപ്പെട്ട ഹബീബിന്റെ മരുമകനല്ലേ അലിയൻ കർറമഹുല്ലാഹ്. അള്ളാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് പടച്ചവൻ നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷം തരട്ടെ. എന്ന് പറയാം, അള്ളാഹുവിന്റെ സന്തോഷം തരട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ഉമ്മമാർക്ക് നമ്മുടെ ഫാത്തിമ ബീവിന്റെ കഥ ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. അതുകൊണ്ട് സൂക്ഷിക്കാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കാൻ, വിട്ടുവീഴ്ചയ്ക്ക് നന്നായിട്ട് നമുക്ക് തയ്യാറാവുക. എന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലെങ്കിലോ? കരുണക്കടലോരേ പൂനിലാവിന്തൊരു മഞ്ചരേ അഷ്റഫുൽ ഖൽഖായ മുസ്തഫാ നബി വാത്തോരേ അറിവില്ല പാപിയായി ചെയ്തിടുന്നു അറിവീരേ സ്ഥിതിജരാജര കേൾക്കവില്ല പനീരേ. ഇന്നിവിടെ കടന്നിരിക്കുന്ന ചെറുതുറക്കുള്ള ചെറുപ്പക്കാരാ, അൽഹംദുലില്ലാഹ്, ഇന്നീ പറയുന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു പോയാൽ ഒരുപാട് നിസ്കാരം നമുക്കുണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ, ഒരുപാട് നോമ്പ് നമുക്കുണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ, ഒരുപാട് സുഖക്കയുണ്ടെന്ന് പറയുവാൻ പറ്റൂലല്ലോ. ഓ പൊന്നുമോനെ, സന്തോഷത്തോടുകൂടി കേൾക്കുക. അവസാനം അവിടെ ബഹുമാന ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അത് മാത്രവുമല്ല, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ഇന്നലെ വരെ കുഴപ്പമില്ല, ഇന്ന് പോലെ വീട്ടിൽ പോയി നീ ഭാര്യമാരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞാല് അപ്പുറത്ത് അവരും കൂടി ഇല്ലെങ്കിൽ വിഷയമില്ലായിരുന്നു. ഇതിപ്പം അവരും കേട്ടോണ്ടിരിക്കും. ഇന്നിപ്പോ ചെല്ലമ്മ പറയും കയ്യും അതൊന്നും ഒരാവശ്യമൊന്നുമില്ല. അവരെ ബഹുമാനിക്കണം എന്ന് പറയാനുള്ള കാരണം എന്താ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ നിങ്ങൾ ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ആ വന്നവരോട് പറഞ്ഞു കൊടുക്കാൻ, ഇതെന്തിനാണ് ഇതിവിടെ പറയുന്നത്? ഒരാളെങ്കിലും മാറണം. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ വിജയിച്ചു, ഈ പരിപാടി സംഘടിപ്പിച്ചവർ വിജയിച്ചു, നാട്ടുകാർക്ക് സന്തോഷം കിട്ടി, പറഞ്ഞെനിക്കതിന്റെ കൂലി കിട്ടി. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറക്കം ആമീൻ പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പടച്ചറബ് ഈ സദസ്സിൽ ഇതുപോലെ ഈ ഉള്ളവർ ഈ സന്തോഷത്തോടുകൂടി ഈ യുദ്ധത്തിൽ ഈ സന്തോഷം നാളെ പടച്ചറബിന് എന്റെ സ്വർഗീയ ലോകത്തേക്ക് എത്തിക്കടന്നു. ഞാൻ ആരും എന്തെങ്കിലും ആക്ഷേപിക്കല്ല, കുറ്റം പറയാനില്ല, ഒരു വിഷയമിട്ട് പറയാൻ. സന്തോഷകരമായിട്ട് കേട്ട നമുക്ക് സന്തോഷം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടില്ലേ? അവരെ ബഹുമാനിക്കണം. എന്തുകൊണ്ടാണ് അവരെ ബഹുമാനിക്കാൻ പറഞ്ഞത്? വഹിയ ശരീകത്തു ബൈതിഹി വ ഉമ്മു ഔലാദിഹി വ മൗലു സിർരിഹി. അല്ലാഹുവേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ നിന്റെ വീട്ടിന്റെ കൂട്ടുകാരിയാ. ജീവിതത്തിൽ ഏതൊരു പ്രയാസങ്ങളെ കടന്നു വന്നോ, ഏതൊരു നൊമ്പരങ്ങൾ കടന്നു വന്നോ, കട്ടകൾ കടന്നു വരുന്നോ, കണ്ണുനീര് വന്നോ, എന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള നിന്റെ പ്രിയപ്പെട്ട ഭാര്യ നിന്റെ കൂട്ടുകാരിയായി കരുതുക. ആ പ്രിയപ്പെട്ടവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെന്നിട്ട് സൂചിപ്പിക്കുക. അതുകൊണ്ടല്ലേ രാജകുമാരന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഓടിയത്, ലോകത്തിന്റെ രാജകുമാരൻ ഓടിയത് വിടയാണ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ.
ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സമക്ഷത്തിലാണല്ലോ. ചരിത്രം വിശദീകരിക്കാനുള്ള സമയം നമുക്കിവിടെയില്ല. അതുകൊണ്ട് പഠിക്കുക. രണ്ടാമതായി പറഞ്ഞു പോയത് ഉമ്മു ഔലാദിഹി, അവൾ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ്. അതെത്രയോ ശരിയാണെന്ന് ചെറുപ്പക്കാരാ, അതെത്രയോ സന്തോഷമാണ് എന്റെ ബാപ്പമാര്. പ്രിയപ്പെട്ട പുന്നാര മക്കളെ, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര് ഗർഭാശയത്തിന്റെ ഘട്ടത്തിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അന്ന് മുതൽ അവർക്ക് സന്തോഷം ലഭിക്കുന്നില്ലല്ലോ, അവർക്ക് ആനന്ദം ലഭിക്കുന്നില്ലല്ലോ, അവർക്ക് അവിടെ നിന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ. കിടക്കുമ്പോൾ ഇരിക്കാനും ഇരിക്കുമ്പോൾ കിടക്കാൻ നടക്കുവാൻ അവരുടെ മനസ്സിന്റെ വല്ലാത്ത നൊമ്പരങ്ങൾ ഇങ്ങനെ കടന്നു വരികയാണ്. ആ ഒരു വേദനയോടുകൂടി കഴിഞ്ഞുകൂടുന്നവരാ. പ്രിയപ്പെട്ട മക്കളെ ഗർഭം ചുമന്നുകൊണ്ട് കടന്നുപോയി 10 മാസക്കാലം. അത് കഴിഞ്ഞിട്ടോ അവരുടെ പ്രയാസങ്ങൾ മാറിയോ? പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പുന്നാര മക്കൾക്ക് അവിടെ നിന്ന് മരണത്തോടെ മല്ലടിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് പ്രിയപ്പെട്ട നമുക്കൊരു പുന്നാര മകനിക്ക് അവിടെ നിന്ന് ജന്മം വരുമ്പോ ആ സമയത്തും ആ പൊന്നുമകനെ കണ്ടുകൊണ്ട് സന്തോഷിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ തളിച്ചുപോയ വേദനയെ പറ്റി ആരാണ് ഓർക്കുന്നത്? അതും കഴിഞ്ഞിട്ടില്ല. മക്കളെ പഠിപ്പിച്ചു, അവർക്ക് ഭക്ഷണമുണ്ടാക്കി, ഭർത്താവിന് ഭക്ഷണമുണ്ടാക്കി, ഇതെല്ലാം കൊണ്ടു നടക്കുന്നത് ആരാണ്? പ്രിയപ്പെട്ട ഭാര്യയാണ്. ഉമ്മ ഔലാദിഹി, അവൾ നിങ്ങളുടെ മക്കളുടെ ഉമ്മയായതുകൊണ്ട് ആ പ്രിയപ്പെട്ട പെണ്ണിനെ ബഹുമാനിക്കണമെന്നുള്ള റസൂലിന്റെ വാക്കെടുത്ത് വെച്ചിട്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉമ്മയല്ലേ മക്കൾക്ക് വേണ്ടുന്നത്, ഉമ്മയല്ലേ മക്കൾക്ക് വേണ്ടുന്നത്. പാപ്പമാരായ നിങ്ങളോട് വന്നിട്ട് മക്കൾ പരാതി പറയാറുണ്ടോ? മക്കൾ ആ പരാതി ബോധിപ്പിക്കാറുണ്ടോ? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയൂലല്ലോ. പ്രിയപ്പെട്ടവർ, ഉമ്മയാണ് മക്കൾക്ക് സന്തോഷം കൊടുക്കുന്നത്. എന്തേ കാരണമെന്നറിയോ? ആലുവയിലേക്കൊന്ന് പ്രവാസനത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അല്ലാഹുവേ, അന്നവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒരു മദ്രസയുടെ പണിക്ക് വേണ്ടിയാണ്. അവര് മദ്രസ കാണിക്കാൻ അവിടുത്തെ ഉസ്താദുമാര് കൊണ്ടുപോവുകയാ. അവിടെ ചെല്ലുമ്പോഴാണ് സാധുവായൊരു പൊന്നുമകളെ കാട്ടിത്തരുന്നു. പറഞ്ഞു, ഉസ്താദേ, ഈ പൊന്നുമകൾക്ക് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞെന്ന് ദ്വാരക്കോ. ഞാൻ ചോദിച്ചെന്തേ പറ്റിപ്പോയത്? അവൾക്കൊരുപാട് മനസ്സിന്റെ ഉള്ളിൽ വേദനയുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ, നിനക്ക് നൊമ്പരമുണ്ടോ? നിനക്ക് വിഷമമുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു, ഉസ്താദേ, മനസ്സിന്റെ ഉള്ളിൽ വേദനയാണ്. കരയാത്ത ഒരു ദിവസങ്ങളില്ല, കരയാത്ത ഒരു ദിവസങ്ങളില്ല. ചോദിച്ചെന്തേ കരയുന്നത്? എനിക്കെന്റെ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്റെ ഉമ്മ എനിക്കിവിടെയില്ല. 4 മാസം പ്രായമുള്ളൊരു പുന്നാര മകനുണ്ട്, 4 മാസം പ്രായമുള്ളൊരു അഞ്ചനുണ്ട് എനിക്ക്. അവനെ നോക്കാൻ ഉമ്മയില്ല. ഉമ്മ ഉള്ളപ്പോൾ ഞാനതിന്റെ സങ്കടങ്ങൾ അറിഞ്ഞിട്ടില്ല. ഓരോ ദിവസവും പാതിരാത്രിയില് ഞാൻ കൂർക്കം വലിച്ചുകൊണ്ട് കിടന്നിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ കിടന്നുകൊണ്ടിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ കിടന്നിറങ്ങുമ്പോ ആ പൊന്നുമകനെ വാരിയെടുത്തുകൊണ്ട് അമ്മിഞ്ഞപ്പാൽ കൊടുത്തിട്ട് ആ പൊന്നുമകനെ നോക്കുന്നത് എന്റെ ഉമ്മയാർ. ആ ഉമ്മാന്റെ വായിലൊന്ന് മണ്ണായി കാണുവോ? ആ ഉമ്മയുടെ കണ്ണിലൊന്ന് മണ്ണായി കാണുവോ? പ്രിയപ്പെട്ട പുന്നാര ഉമ്മ പച്ച മണ്ണിന്റെ ഉള്ളിലാണ്. ആ ഉമ്മയില്ലാത്ത ദുഃഖം ഞാൻ എന്നറിയുകയാണ് എന്നവിടെന്ന് പറഞ്ഞു പോയെങ്കിലോ ആ പൊന്നുമകളുടെ അതരങ്ങളിലൂടെ അടങ്ങി വന്നു പോയത് ഉമ്മാന്റെ ത്യാഗങ്ങളല്ലേ സഹോദരങ്ങളെ. അതുകൊണ്ട് ഉമ്മ ഔലാദിഹി, അവൾ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ്. അതുകൊണ്ട് ആ ഭാര്യ ബഹുമാനിക്കണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു ഉറക്കെ പറയും. ഇത് നിർത്താറായോ? നിർത്താറായോ? ഇല്ലെങ്കിലെന്ന് പറയും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതിന് 1 മണിക്കൂർക്ക് എത്ര പെട്ടെന്നാ പോയത്? വളരെ ചുരുങ്ങിയ സമയം കൂടെ ഉള്ളൂ. അത് നിങ്ങൾ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് ഇരിക്കാന്നുള്ളവരൊപ്പം കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ചിലരാരും പൊക്കണില്ല. സ്ഥലം കുറച്ചുകൂടെ ഇരിക്കാന്ന് വെച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ല. ആര് പോയാലും ഞാനൊന്നും പറയില്ല. ഞാൻ അവിടെ ഇരിക്കണമെന്ന് ഞാൻ പറയില്ല. അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഉറക്കെ നമീബർ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ മക്കളുടെ ഉമ്മയാണ് എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി വെച്ചിട്ടാണ് അവരെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞത്. ഇനി എത്ര വയസ്സായാലും ശരി, ഇനിയിപ്പോ കുടുംബജീവിതം 40 വയസ്സായി 60 വയസ്സായി, ഇനി ഇതിന്റെ ഒരു ആവശ്യമില്ല. ചില ആളുകൾ ഇപ്പോൾ അടുത്ത് ഞാൻ ഒരാളെ കണ്ടപ്പോൾ, ഒരു ഉപ്പാനെ കണ്ടപ്പോൾ ചോദിച്ചു, എവിടെ വല്യമ്മണ്ടോ? അപ്പൊ എന്താ വല്യമ്മ വെച്ചപ്പോൾ അവിടെ നമ്മുടെ നാട്ടിലങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അത് മൂത്ത മോന്റെ വീട്ടിലാണ്. അപ്പൊ നിങ്ങളോ? ഞാനല്ലേ ഇളയ മോന്റെ വീട്ടിലാണ്. എത്ര മാസമായി പോയിട്ടൊരു 3-4 മാസമായിട്ടുള്ളൂ. ഇനിയിപ്പോ ഏകദേശം അടുത്ത് വരാറായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനല്ല ഇത് പറയുമ്പോൾ ഒരു വെറുപ്പിനോട് വെക്കരുത്. അവൻ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ചിന്തിക്കരുത്. അവർക്കൊരു ചാങ്ങ്. ഇനി എത്ര വയസ്സായാലും ഒരു പരസഹായത്തിന് 2 പേരുണ്ടാകണം, അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. ഇനി എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞാലും
എത്ര കൂടപ്പിറപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, ഈ രണ്ട് സ്നേഹം മക്കൾ വളർന്നു വന്നാൽ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കായിരിക്കണം ഏറ്റവും വലിയ സ്നേഹം. കാരണം ഇവര് ഈ ആധുനിക കാലഘട്ടത്തിന്റെ മക്കളൊക്കെ നിങ്ങളെ നോക്കുന്നു. ഇന്ന് അങ്ങനെ നോക്കിയാൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ മാത്രമേ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന ചില മക്കൾ ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഇന്നലെ തന്നെ നമ്മൾ കണ്ടല്ലോ, സ്വന്തം ഉമ്മാൻ അടിച്ചു കൊന്ന മകന്റെ കഥ. യാ അല്ലാഹ്, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഉമ്മ ഉറങ്ങിക്കിടന്ന ഉമ്മാന്റെ തലക്കടിച്ചു കൊന്നു. എന്തിനു വേണ്ടിയിട്ടാ? വേറൊന്നുമല്ല, ഉമ്മാന്റെ മൊബൈൽ മകന് കിട്ടണം. അതിന് മകൻ കുറെ നാളിപ്പോ ചോദിച്ചു, അതിന് ഉമ്മാൻ അങ്ങോട്ട് കൊടുത്തില്ല. അതിന് ഉറങ്ങിക്കിടന്ന് ഉമ്മാന്റെ തലയിൽ അടിച്ചു കൊന്നു. സുബ്ഹാനല്ലാഹ്, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. മരണത്തോട് മല്ലടിക്കുന്ന വേദന അനുഭവിച്ചുകൊണ്ട് പ്രസവിച്ചു വളർത്തി ആ ഉമ്മാൻ അങ്ങനെ ചെയ്തെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ ഒന്ന് ചിന്തിച്ചൂടെ നമുക്ക്? അതുകൊണ്ട് നമ്മളായിരിക്കണം സ്നേഹത്തോടുകൂടി കടന്നു പോകേണ്ടുന്നത്. ഒരു സന്തോഷ വാക്ക് പറയും. ഇനിയിപ്പോ എത്ര മക്കൾ ഒന്നും നോക്കിയില്ലെങ്കിലും നമ്മൾ പരസ്പരം 60 വയസ്സായാലും 70 വയസ്സായാലും നമ്മൾ പരസ്പരം ഒരു വാക്കു പറയുമ്പോൾ അതിന്റെ സമാധാനമാണല്ലോ. മറക്കല്ലേ. അതുകൊണ്ടാണ് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ മറന്നിട്ടില്ലല്ലോ. ലോകത്തിന്റെ രാജകുമാരിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സൊന്ന് പൊട്ടിയല്ലോ. റസൂലുള്ളാഹിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് ധാരധാരയായിട്ട് കടന്നു വന്നല്ലോ. വിഷമത്തോടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഹബീബിന്റെ വീടിന്റെ ചാരാറ് കടന്നു വന്നുകൊണ്ട് സലാം പറയുകയാണ്. അല്ലാഹുവേ, ആരാണ് വീടിന്റെ ചാര വന്നുകൊണ്ട് സലാം പറയുന്നത്? എന്റെ ഖദീജാന്റെ ശബ്ദം പോലെ ഉണ്ടല്ലോ. ശരീരങ്ങൾ കുക്കുച്ചുളിഞ്ഞ് വയസ്സായിട്ട് മരിച്ചുപോയ വഫാത്തായ ഖദീജ, ആ ഖദീജാന്റെ ഓർമ്മയിലാണ് റസൂലുള്ളാഹി തങ്ങൾ ഇരിക്കുന്നത്. യാ അല്ലാഹ്, എന്റെ ഖദീജ ബീവിയുടെ ശബ്ദം മാതിരിയുണ്ടല്ലോ. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് ആരെയാണ് കാണുന്നത്? മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാരാ? ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരി ഖാലയാണ്. ഖാല കടന്നു വന്നുകൊണ്ട് പറയുന്നു, ലോകത്തിന്റെ മണിമാരരെ, അവിടത്തെയുടെ പ്രിയപ്പെട്ട ഖദീജയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഖദീജ ബീവിയുടെ സഹോദരിയാണെന്ന് പറയുമ്പോ അല്ലാഹുവേ, എന്റെ ഖദീജയുടെ സഹോദരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറ്റിയിരുത്തുകയാണ്. അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഖദീജ ബീവിന്റെ കഥകള്. രണ്ടുപേരും മണിക്കൂറുകളോളം ഖദീജ ബീവിയുടെ കഥകൾ പറയുകയാണ്. വയസ്സത്തി പെണ്ണ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടില്ല, ഇനി എന്തിരിഞ്ഞ് അവളെ പറ്റി ഓർക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ വെച്ചുകൊണ്ട് ഖദീജ ബീവിയുടെ മഹത്വത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി തങ്ങളാ പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആരാ നിൽക്കുന്നതെന്നറിയോ? കാണാൻ സൗന്ദര്യമുള്ള ചുറുചുറുക്കുള്ള തൊഴിലുറപ്പുള്ള ഉമ്മുൽ മുഅ്മിനീന ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞു, റസൂലല്ലാഹ് അബദലില്ലാഹു ഖൈറൻ മിനാ യാ റസൂലല്ലാഹ്, ശരീരങ്ങളൊക്കെ തൊക്കിച്ചുടന്ന് മരിച്ചുപോയ വഫാത്തായി പോയ ഒരു പെണ്ണിനെ പറ്റി ചിത്രത്തോളം പറയാൻ എന്തിരിക്കുകയാണ്. ഇനിയും അതിനെ പറ്റിയിട്ട് പറയണോ നബിയേ? ഒരുപാട് സൗന്ദര്യമുള്ള തൊഴിലുറപ്പുള്ള ആരോഗ്യമുള്ള ചെറുതുറക്കുള്ളൊരു പെണ്ണായി എന്നെ അള്ളാഹു തന്നിട്ടില്ല നബിയേ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആയിഷ, എന്റെ ഖദീജാനെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞു പോകല്ലേ ആയിഷ, പറഞ്ഞു പോകല്ലേ. അവളെന്റെ സ്വർഗത്തിന്റെ രാജ്ഞിയാ. അല്ലാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടിയിട്ട് മുഴുവനും വാരിയെറിഞ്ഞു പോയിട്ടുള്ള പെണ്ണാട് എന്റെ ഖദീജാനെ പോലൊരു പെണ്ണെനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കരഞ്ഞുകൊണ്ട് റസൂലുള്ള പറഞ്ഞു പോയല്ലോ. അവിടുന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിചാരിച്ചിട്ടുള്ള വയസ്സത്തി പെണ്ണാണെന്ന്. അവിടുന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടില്ല, വേറെ ഒരു വയോവൃദ്ധയായ ഒരു പെണ്ണ് കടന്നു വരികയാണ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, നബിയേ, എന്നെ മനസ്സിലായോ റസൂലുള്ളാഹ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, ആരാ നിങ്ങള്? അവിടത്തെയുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവി ഉണ്ടല്ലോ, ആ ഖദീജ ബീവി റളിയല്ലാഹു തആല ജീവിച്ചിരിക്കുന്ന സമയം ഞാൻ അവിടത്തെയുടെ വീട്ടിലേക്കൊന്ന് കടന്നു വന്നു പോയാൽ അവിടുന്ന് എന്തെങ്കിലും അവിടുന്ന് ഖദീജ ബീവിയോട് പറയുമ്പോ ആ ഖദീജ ബീവി എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ആ ഖദീജ ബീവിന്റെ സമ്പത്തിന്റെ അല്പം എനിക്ക് തരുമായിരുന്നല്ലോ, എത്ര സന്തോഷമാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറയുകയാണ്. ഹബീബിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീര് വീഴുകയാ. ആ
ഒരു സമയത്തും അവിടെ നിന്ന് കരഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ വന്നിട്ട് പറയുന്ന റസൂലല്ലാഹ്, ഇതൊന്ന് അവസാനിപ്പിച്ചൂടെ നബിയേ, ഇതൊന്ന് നിർത്തിക്കൂടെ നബിയേ? വയോവൃദ്ധയായ ശരീരങ്ങൾ ചൊക്കിച്ചുളഞ്ഞ ലോകത്തോട് വിട പറഞ്ഞ ഒരു പെണ്ണിനെ പറ്റി ഇനിയും ഇങ്ങനെ പറയുന്നത് എന്തിനാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബദലില്ലാഹു ഖൈറൻ മിൻഹാ. ഇല്ല ആയിഷ, ഇല്ല. എന്റെ ഖദീജയെ പോലെ സൗന്ദര്യമുള്ള സമ്പത്തുള്ള അല്ലാഹുവേ ഒരു പെണ്ണിനെയും അല്ലാഹു എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരൊറ്റ വാക്ക് പോലും എന്റെ ഖദീജയെ പറ്റി പറഞ്ഞു പോകല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരൻ കടന്നു വന്നെങ്കിലോ എന്റെ പ്രിയപ്പെട്ട ഉപ്പ 60 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞ് കുടുംബജീവിതം നഷ്ടമായോ ഇല്ല. 70 വയസ്സ് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കുടുംബജീവിതം നഷ്ടമായോ ഇല്ല. ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞിട്ട് ഓർത്തുപോയല്ലോ. വയസ്സായി കഴിയുന്ന പ്രിയപ്പെട്ട ഭാര്യക്കൊന്ന് കൈകൊടുത്താൽ ഇതാ വയസ്സായി കിടക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, വയസ്സായി കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ്, എഴുന്നേക്കാൻ അവർക്ക് നൊമ്പരമാണ്, എഴുന്നേക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവരുടെ ചാരത്തേക്കൊന്ന് കടന്നുപോയിട്ട് അവർക്കൊന്ന് കൈകൊടുത്തു പോയാൽ ആ ഒരു വിരലുകളുടെ ഇടകളിലൂടെ അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു തോറ്റിക്കളയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വയസ്സായി പോയിട്ട് അവിടെ നിന്ന് കിടക്കുന്ന സമയമാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നിട്ട് കൈകൊടുത്തത് ഖദീജ, എന്റെ കൈകളിൽ പിടിച്ച് എഴുന്നേക്ക് ഖദീജ. റസൂലുള്ളാഹിക്ക് നാണം വന്നിട്ടില്ല, റസൂലുള്ളാഹിക്ക് ലജ്ജതോന്നിയിട്ടില്ല, റസൂലുള്ളാഹിക്ക് അവിടെ നിന്ന് മടിതോന്നിയിട്ടില്ല. ഇന്ന് നമുക്ക് മക്കൾ കാണുമല്ലോ, നാണക്കേടാണ്. പാപ്പമാരെന്തിനാ നാണിക്കുന്നത്? ലോകത്തിന്റെ രാജകുമാരൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളതാണെങ്കിലോ അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. പാപങ്ങൾ പൊഴിഞ്ഞു പോകാൻ കാരണമാ. ഇന്നർ റജുല ഇദാ നളറ ഇംറഅതിഹി വനളറത് ഇലൈഹി നളറല്ലാഹു അലൈഹിമാ നളറത റഹ്മാ. എത്ര വയസ്സായ ഭർത്താവാകട്ടെ, ചുറുചുറുക്കുള്ള ഭർത്താവാകട്ടെ, വയസ്സായ ഭാര്യയാകട്ടെ, ചുറുചുറുക്കുള്ള ഭാര്യയാകട്ടെ, അല്ലാഹുവേ സ്നേഹത്തിന്റെ ഒരു നോട്ടം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ നളറല്ലാഹു അലൈഹിമാ നളറത റഹ്മാ. അല്ലാഹു ആ ഭാര്യയുടെ ഭർത്താവിന്റെ മുഖത്തേക്ക് പഴച്ചവർ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ അല്ലാഹുവേ ക്യാൻസർ അവിടെ ഇല്ല, ക്യാൻസർ അവിടെ ഇല്ല, നമ്പരങ്ങൾ അവിടെ ഇല്ല, ബുദ്ധിമുട്ടുകൾ അവിടെ ഇല്ല, കഷ്ടപ്പാടുകൾ അവിടെ ഇല്ല, പ്രയാസങ്ങൾ അവിടെ ഇല്ല, വേദനകൾ അവിടെ ഇല്ല, യാതൊരു കഷ്ടതയും കണ്ണുനീരും അവിടെ ഇല്ല. അതുകൊണ്ട് സ്നേഹത്തോടെ കടന്നുപോയാൽ അൽഹംദുലില്ലാഹ് കുടുംബ ജീവിതത്തിന് സമാധാനം കിട്ടുമെന്നാണ്. ക്ഷമിക്കുന്നവരായാൽ അത് പൊറുക്കുന്നവരായാൽ അൽഹംദുലില്ലാഹ് ജീവിതത്തിന് അല്ലാഹു നിങ്ങൾ ചെയ്തു പോയ ഓരോ വിവാദത്തിനും അല്ലാഹു ഇരട്ടി പ്രതിഫലം തന്നാൽ എത്ര സന്തോഷമാണ്. അല്ലാഹു നമ്മൾ അങ്ങനെ ഉള്ളവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഉറക്കൊന്നും പറയാം, അല്ലാഹു നമ്മൾ അങ്ങനെ ഉള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് ചുരുങ്ങിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി ഇൻഷാ അല്ലാഹ് ഉമ്മമാരിലേക്ക് പോകാം. അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ, സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്താൽ അൽഹംദുലില്ലാഹ് നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ ചോർത്തിക്കളയുമെന്ന് ലോകത്തിന്റെ മണിമുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഉള്ളവർ ഉറക്കെ ആമീൻ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഇനിയിപ്പോ ഇവിടെ ഇത്ര ആളെ ഉള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് ഇതൊന്നുമില്ല കേട്ടോ. എത്ര ആളെ ഉള്ളെങ്കിൽ അൽഹംദുലില്ലാഹ് ഞാൻ പറയും. എനിക്ക് ആള് കൂടുതൽ വാദം പറയും. ഇനി 10 പേരാണെങ്കിൽ എന്റെ അടുക്കൽ വന്നിരിക്കണമെങ്കിൽ ഞാൻ പറയും അൽഹംദുലില്ലാഹ്. കാരണം ഒരാൾ വരുന്നത് അള്ളാന്റെ ദീനിനെ വെക്കാനാണ് അല്ലേ. ഇനിയിപ്പോ ഇവിടെ കസേര ഉള്ളതെന്ന് പറഞ്ഞ് ഇനിയിപ്പോ സംഘാടകരെ വിളിച്ചിട്ട് എന്ത് പണിയായിട്ട് ഇവിടെ ഫുള്ള് കസേരല്ലേ ഉള്ളൂ, അതാണ് അങ്ങനെ ഒരിക്കലും പറയില്ല. അൽഹംദുലില്ലാഹ് വന്നവരോട് എനിക്ക് വല്ലാത്ത സ്നേഹമാണ്. അവരെല്ലാ സദസ്സിനെ ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തുകയും ചെയ്യും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ഇവിടെ ബക്കറ്റുണ്ട്, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദ്യത്തെ പരിപാടിയില്ല, ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു ചെറിയൊരു ബക്കറ്റ് കൊടുത്തത് ഇൻഷാ അല്ലാഹ് നല്ല മനസ്സോടെ എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിനകത്ത് നിങ്ങളാൽ കഴിയുന്ന സദഖ നിക്ഷേപിക്കണം. അവിടെ ഇരുന്നിട്ട് എല്ലാവരും ഉറക്കെ ചെല്ലണം, ലാ ഇലാഹ
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈനവനാട്ടുവാൻ കദീങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ നമ്മളെ സ്വീകരിക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ് ഈ സദസ്സ് നമ്മൾ പിരിയുമ്പോൾ നമ്മൾ 10 വരി മജ്ലിസിനോട് നമ്മളോടൊന്ന് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ സദസ്സ് അവസാനിക്കുള്ളൂ. ഒരുപാട് ആളുകൾ വിഷമത്തിൽ കഴിയുന്നവരുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ഭാഗങ്ങളിലും അൽഹംദുലില്ലാഹ് 10 വരി മജ്ലിസിനോട് ചൊല്ലിയിട്ടപ്പോൾ എല്ലാ സദസ്സിലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നമുക്ക് മജ്ലിസിനോട് 10 വരി നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉപ്പമാരെ ഞാൻ ഈ പറഞ്ഞതുപോലെ കുറച്ച് സഹിക്കുകയും ക്ഷമിക്കുകയും അല്ലാഹു നമ്മളെ കൂലി തരും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, നമ്മൾ സ്വീകരിക്കട്ടെ. നിങ്ങൾ ഇറങ്ങിപ്പോകുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, നേരം വെളുത്ത് മക്കൾക്ക് വേണ്ടി. അപ്പൊ ഉസ്താദേ ഇവൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഞാൻ ഇവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വിഷയം ഉണ്ടാവും. ഒരു ചുവട്ടടിക്ക് നിങ്ങൾ ഇറങ്ങുന്ന ഒരു ചുവട്ടടിക്ക് മദീനത്തിന്റെ രാജകുമാരന്റെ മുമ്പിൽ പരാതിയുമായി കടന്നു വന്ന ബഹുമാനപ്പെട്ട മുളൈർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ പറഞ്ഞു കൊടുത്ത മോനെ, നിന്റെ ഒരു ചുവട്ടടിക്ക് അല്ലാഹു തആല നീ പോലും അറിയാത്ത അത്രയും വണ്ണമുള്ള കൂലി അല്ലാഹു നിനക്ക് തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എത്ര ഭാഗ്യം നമുക്ക്, എത്ര സന്തോഷം. അതുകൊണ്ട് സഹിക്കാനും ക്ഷമിക്കാനും ഒരുങ്ങുക. ഇനി എന്റെ ഉമ്മമാരുടെ ഭാഗത്തേക്ക് വരികയാണ്. അള്ളാഹു നമ്മളെ ആണുങ്ങളുടെ ഭാഗത്തുള്ള നല്ല ഹൈറായ വഴികൾ അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. ഉമ്മമാരെ, മദീനത്തിന്റെ രാജകുമാരന്റെ ഏറ്റവും അടുത്ത തോടനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോടല്ല പറയാ, നിങ്ങളുടെ ഭാര്യമാരോടാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ 4 കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അൽഹംദുലില്ലാഹ് സന്തോഷകരമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കുകയും ക്ഷമിക്കുകയും എത്ര വിരോധം വന്നാലും അള്ളാഹുവിനെ മാപ്പ് കൊടുക്കുകയും ചെയ്താൽ അവർക്ക് അള്ളാഹിന്റെ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം 4 കാര്യം ഒരു പെണ്ണിലുണ്ടോ ആ പെണ്ണിന് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് സന്തോഷകരമായിട്ട് കടന്നു പോകാം. 1, പെട്ടെന്ന് പറഞ്ഞു, 1 തന്റെ ഭർത്താവിന്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും കൂടെ ചേരുന്ന ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിന്റെ വരവ് 1000 രൂപ, ഉദാഹരണം 1000 രൂപ. ആ ഒരു 1000 രൂപയില് നമ്മുടെ ചെലവ് എത്ര ആവണം? അതിന്റെ ഉള്ളിലായിരിക്കണം നമ്മുടെ വരവും ചെലവൊക്കെ വരേണ്ടത്. അതിനപ്പുറത്തോട്ട് നമ്മുടെ വരവുണ്ടാകരുത്, അല്ലെങ്കിൽ നമ്മുടെ ചെലവുണ്ടാകരുത്. തന്റെ ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു ദിവസം കൂലിപ്പണിക്കാരന് ഒരു 750 രൂപയാണ് കിട്ടുന്നത്. എന്നാലോ നമ്മൾ നമ്മുടെ ഭർത്താവിനോട് പറയാൻ വലിയൊരു സംഖ്യയുടെ ഒരു കാര്യം അതുണ്ടാകാൻ പാടില്ല. ആ പെണ്ണിന് അല്ലാഹു സ്വർഗം പോലും കാണാൻ പറ്റുക. തന്റെ ഭർത്താവിന്റെ ഒള്ളായ്മയിലും ഇല്ലായ്മയിലും അത് അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പെണ്ണാരാണോ അവർക്ക് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വർത്തമാനമുണ്ടെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലേ? എന്റെ ഉമ്മമാര് നന്നായിട്ട് കേൾക്കുക. അതിന്റെ ഏറ്റവും വലിയ തെളിവ് ഉമ്മുൽ മുഅ്മിനീൻ ബീബി ആയിഷ. അക്കൊന്ന് പറയുമാരെ, ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലിന്റെ പ്രാണപ്രേയസി താമരപ്പൂത്തോരായിഷ കൺമണികൾക്കൊക്കെയും മാതൃകയായ കൺമണി ബീവി റളിയല്ലാഹു ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു വേള വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് മദീനത്തിന്റെ മണവാളനായ ഭർത്താവ് അവിടെ നിന്ന് കടന്നു വരുന്നത്. ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ ഉമ്മമാര് പഠിക്കുക, ലോകത്തിന്റെ രാജകുമാരനായ റസൂലുള്ളാഹി മുഴങ്ങട്ടെ സ്വലാത്തിന്റെ മന്ത്രം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, നിങ്ങളുടെ ഭാര്യമാരെ കാണുമ്പോൾ കരയാറുണ്ടോ? അവരെ കരയാറില്ലല്ലോ. എന്നാൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുന്നുവെന്നറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണ് നിറയുകയാണ്. വല്ലാതെ വേദനയോടുകൂടി ഇരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുകയാണ്. അവിടെ കടന്നിരിക്കുമ്പോ
ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മുസ്തഫ നബി തങ്ങളുടെ സമക്ഷത്തിലേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. എന്നിട്ട് എന്തേ ചെയ്തതെന്നറിയോ? ഫമസഹ ബിയദിഹി അലാ ബത്നിഹി ഇന്നാറാബിഹി മിനൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല തടവി കൊടുക്കുകയാണ്. എന്തിനാണ് തടകുന്നതെന്നറിയോ? ഇന്നിവിടെ ചാപ്പനങ്ങാടിയിലെ പ്രഭാഷണത്തിന് കടന്നു വന്നുപോയ ഭാര്യമാരായ എന്റെ ഉമ്മ അൽഹംദുലില്ലാഹ് പടുക്കതങ്ങളെ ആയിഷ ബീവി ചെന്നിരുന്നുകൊണ്ട് വയറ്റത്ത് കൈവച്ചുകൊണ്ട് തടവി പോയിട്ട് പറയാ, ലോകത്തിന്റെ മണിമാരനായ റസൂലുള്ളാഹ് എത്രയോ ദിവസങ്ങളായിട്ട് ആയിഷ ബീവി പട്ടിണിയാണ് നബിയേ, ആയിഷ ബീവി പട്ടിണിയാണ് നബിയേ. ആയിഷ ബീവി വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഇവിടെ വിശപ്പിന് സഹിക്കാൻ, ഇവിടെ വിശപ്പിന് കരിക്കാനൊന്നുമില്ലല്ലോ, ഒരൽപ്പം വെള്ളമില്ലല്ലോ, കാരക്കയില്ലല്ലോ. പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്റെ ഭർത്താവ് പാവപ്പെട്ടവരാണെന്നറിയാ, എന്റെ ഭർത്താവ് നൊമ്പരത്തിൽ കഴിയുന്നവരാണെന്നറിയാ, എന്റെ ഭർത്താവ് പട്ടിണിയിൽ കഴിയുന്നവരാണെന്നറിയാ. അതുകൊണ്ട് റസൂലുള്ളാഹ് ഈ ആയിഷാന്റെ പരിവർത്തനം വിശപ്പമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല നബിയേ. ഇതാണ് പെങ്ങളെ യഥാർത്ഥ ഭാര്യ. ആയിഷ ബീവിയാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത്. അല്ലാഹുവിന്റെ റസൂലിന് വേണോ പേടിക്കളക്കാൻ സമ്പത്തിന്റെ ആസ്തി ഉണ്ടാക്കാം, പക്ഷേ റസൂലുള്ള അവിടെ നിന്ന് നിശ്ചയിച്ചിട്ടില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ ക്ഷമിക്കുക, മുസ്തഫ നബി തങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു പോയില്ലേ ഉമ്മമാരെ. ഇന്നിവിടെ ഇരിക്കുന്ന ഉമ്മ നിങ്ങളെ കൊണ്ട് പറ്റുമോ? എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാ പ്രിയപ്പെട്ട ഭർത്താവിനോട് 100 പരാതികൾ പറയുന്നവരാണ്. വിദേശത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് പരാതികൾ പറയുമ്പോ അല്ലാഹുവേ ഇവിടെ മക്കളെ കാണാതെ കടന്നുപോയ ഭർത്താവാണല്ലോ, പ്രിയപ്പെട്ടവളോട് കാര്യങ്ങൾ പറയാൻ പറ്റാതെ 2 കൊല്ലവും 3 കൊല്ലവും 4 കൊല്ലവും കടന്നുപോയവരാണല്ലോ. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ബാബാക്കാനോട് ചോദിച്ചാൽ ഒരുപാട് ചെറുപ്പക്കാരുടെ കഥകളറിയാം. എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുപ്പമാര് കരയുന്നവരുണ്ട്, കുടുംബത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. എന്നാൽ നമ്മളൊരു സമാധാനം കൊടുക്കുവോ പെങ്ങളെ? എല്ലാവരും അതുപോലെയാണെന്ന് പറയുന്നില്ല. അല്ലാഹുവേ പ്രിയപ്പെട്ട ഭർത്താവിന് വിദേശത്ത് മണലാരണ്യത്തിൽ വേദനയോടുകൂടി കടന്നു പോവുകയാ, അല്ലെങ്കിൽ നേരം വെളുത്തി ഇറങ്ങിപ്പോയതാണ്, പാറ ചുമക്കുന്നവരാണ് അല്ലാഹ്, കൂലിപ്പണി ചെയ്യുന്നവരാണ് അല്ലാഹ്. മഴയൊന്നില്ല, ചൂടൊന്നില്ല, എനിക്ക് വേണ്ടി എന്റെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ കടന്നു പോകുമ്പോ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും നല്ലതുപോലെ കൊടുക്കണമല്ലോ. എന്തോ കുറഞ്ഞു പോയതിന്റെ പേരില് അവരോട് പരാതി പറയുന്നൊരു പെണ്ണായി ചാപ്പനങ്കാടിയുടെ ഒരു ഉമ്മയും മാറാൻ പാടില്ല. ഇന്നത്തെ ഈ ഒരു പ്രഭാഷണത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് എന്റെ പെങ്ങളെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുക, യാ അല്ലാഹ് ഇന്നലെ വരെ ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ വരെ ഒരുപാട് പരിവട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്നലെ വരെ ഒരുപാട് കണ്ണുനീരിന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നതാ ചാപ്പനങ്കാടിയിൽ SKSSFന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികളെ പരിപാടി സംഘടിപ്പിച്ചപ്പോ അവരുടെ സദസ്സിലേക്ക് ഞാനന്ന് കടന്നു വന്നതാണ്. അല്ലാഹുവേ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ എത്രയോ ദിവസങ്ങളെ പട്ടിണി കിടന്നിട്ട് പോലും റസൂലുള്ളാഹിയോട് പരാതി പറഞ്ഞിട്ടില്ല. ഇന്നത്തെ രാത്രിയിൽ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ്, ഇനി ഒരു പരാതി പറയാൻ ഞാനില്ല അല്ലാ, ഒരു വ്യസനം പറയാൻ ഞാനില്ല അല്ലാ, ഒരു നൊമ്പരം പറയാൻ ഞാനില്ല. അങ്ങനെ ഒരു ഉമ്മ ഇവിടെ വെച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ഉറപ്പിച്ചാൽ പെങ്ങളെ സ്വർഗത്തിന്റെ വഴി നിങ്ങൾക്ക് എളുപ്പമായെന്ന് പഠിപ്പിച്ചു പോയത് ലോകത്തിന്റെ മണിമാരരെ മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞോളി മുഹമ്മദ് റസൂലുള്ളാഹി. എത്ര ആളുകളെ പരാതി പറയാ? ഇരിക്കുന്ന എന്റെ ഉപ്പമാർക്കറിയാം, കുറച്ചോനെ വീട്ടിലേക്ക് കയറിപ്പോൻ പറ്റൂല, 100 പരാതിയാ, 100 നമ്പരമാണ്. അത് പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വല്ലാത്തൊരു കഷ്ടതയാണ്, വല്ലാത്തൊരു കണ്ണുനീര എന്ന് പറയുന്നവരുണ്ടാകും. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് എടുത്തോട്ടെ, ആരൊന്നും വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് കുറെ നേരങ്ങൾ വന്നിട്ട് എനിക്കറിയാം, 2 മണിക്കൂറിനുള്ളിൽ ഇൻഷാ അല്ലാഹ് പരിപാടി കറക്റ്റ് അങ്ങോട്ട് വിഷയം നമുക്ക് പൂർത്തിയാക്കാൻ ചെയ്യാം. അങ്ങനെയുള്ള പേടിക്കണം, വിഷയം പറയാൻ. അതുകൊണ്ട് ഒന്ന് എന്റെ ഉമ്മമാര് മനസ്സുകൊണ്ട് കരുതുക, തന്റെ ഭർത്താവിന്റെ കൊള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടുകൂടി കഴിഞ്ഞിരിപ്പെന്നാണ്. 2 അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട തോഴൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത 2ാമത്തെ കാര്യം, തന്റെ ഭർത്താവിന്റെ പിന്നെ ആഗ്രഹങ്ങൾ അറിയുന്നൊരു പെണ്ണായിട്ട് മാറുക.
ഞാൻ അതിനെ അറുത്തു മുറിച്ച് കീറൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഏതൊരാഗ്രഹം പറഞ്ഞു നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിലും പരിശ്രമിക്കുക. ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ എന്ന് പറയും. സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാന്റെ ഹബീബിന്റെ വീട്ടിൽ ഇങ്ങനെ കഴിയാൻ അലി ബിൻ അബീ ത്വാലിബ് തങ്ങളുണ്ട്. രണ്ടുപേരും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുമ്പോൾ ആ ഒരു സമയത്ത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിമ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് മാറി നമുക്കൊന്ന് താമസിക്കാം. നമുക്ക് ഇവിടെ നിന്ന് മാറി നമുക്ക് വേറൊരു വീട്ടിലേക്ക് നമുക്കൊന്ന് ഇപ്പോൾ താമസമാക്കാം. ഇവിടെ പറ്റൂല. ഹബീബും പാവപ്പെട്ടവരാണ്, അവരും നൊമ്പരത്തിൽ കഴിയുന്നവരാണ്, അവരും വിശപ്പ് കൊണ്ട് കഴിയുന്നവരാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്റെ വീട്ടിലേക്ക് മാറാം. ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഉപ്പ അലി ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. അത് നിന്റെ ഭർത്താവാണ്, അതുകൊണ്ട് നീ അത് അംഗീകരിക്കണം. രണ്ടുപേരും അവിടെ നിന്ന് മാറി താമസം മാറി ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് തങ്ങളുടെ വീട്ടിലേക്ക്. ഉറക്കൊന്ന് പറയുന്നത് മതിയായോ? എത്രയെങ്കിലും എഴുത്തുന്നാ മതിട്ടാ. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് താമസം മാറി. അവിടെയും പട്ടിണി, വല്ലാത്ത നമ്പരവും പട്ടിണിയും പരിവട്ടവും കണ്ണുനീരും കഷ്ടപ്പാടൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും വിളിച്ചു അലിയാർ തങ്ങൾ, ഫാത്തിമ നിങ്ങൾ വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. നമുക്കിവിടെ നമുക്കൊന്ന് മാറി താമസിക്കാം, ഇവിടെയും ഒരുപാട് ആൾക്കാരുള്ളത് കൊണ്ട് ഇവിടെയും വല്ലാത്ത പ്രശ്നങ്ങളാണ്, നമുക്കൊന്ന് മാറി താമസിച്ചൂടെ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ വല്ലതുണ്ടോ? എന്താ ഉള്ളത് നിങ്ങളുടെ കയ്യിൽ? ഒന്നുമില്ല. പട്ടിണിയല്ലേ നമ്മള് അന്നന്ന് ഇറങ്ങിപ്പോയാൽ കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു കൊടുക്കുന്നവരാ നമ്മള്. പിന്നെ എങ്ങനെ അലിയെ നമുക്ക് വേറൊരു വീട്ടിലേക്ക് ഒന്ന് താമസം മാറാം? അതിന് ഞാൻ ഒരു വഴി പറഞ്ഞു തരാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ഫാത്തിമ, അള്ളാന്റെ ഹബീബിന്റെ പിന്നെ പ്രിയപ്പെട്ട മരുമകൻ വിളിച്ചിട്ട് പറഞ്ഞു, അലിയാർ ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, ഹാരിസത്ത് ബിൻ നുഅ്മാനിക്ക് 2 വീടുണ്ട്. അത് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് ചെന്നിട്ട് ഹബീബിനോടൊന്ന് പറയാം, എന്നാ ഇൻഷാ അല്ലാഹ് നമുക്കത് കിട്ടും. കേട്ടപാടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഓടുകയാണ്. എവിടെയാ? ലോകത്തിന്റെ മണിമാരന്റെ സമക്ഷത്തിലേക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലുണ്ട്. ഓടി ചെല്ലുകയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമാനെ കണ്ടപാടെ എഴുന്നേൽക്കുകയാണ്. രണ്ടുപേരും വല്ലാത്ത സ്നേഹമാണല്ലോ. സ്നേഹത്തോടുകൂടി കടന്നു വന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിന്റെ റസൂല് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. ചോദിച്ചു, ഫാത്തിമ, ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെ ഉണ്ട് കുഞ്ഞുമോളെ? ഫാത്തിമ, ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അള്ളാന്റെ ഹബീബിന് മനസ്സിലായി ഒരുപാട് ദിവസം ഫാത്തിമ ബീവിയോടെ വിശപ്പ് സഹിച്ചു പട്ടിണി കിടന്നിട്ടുണ്ടെന്ന്. ഹബീബിനെ കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ട് ചോദിച്ചു, മോളെ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെയുണ്ട്? നമ്മളാണെങ്കിൽ എന്താ പറയാ, എന്റെ ഉമ്മ ഇവിടെ പോയ അന്ന് മുതൽ പട്ടിണിയാണ്. ഭർത്താവിന്റെ ഉമ്മായി ശരിയല്ല, ബാപ്പായി ശരി, രണ്ടുപേരും ആകെ വല്ലാത്ത കുലുമാലാണ്. അവിടെ നിൽക്കാൻ കഴിയില്ല, അവിടെ നിൽക്കാൻ കഴിയില്ല. എന്നാൽ അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉപ്പാ, ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷമാണല്ലോ, അവിടെ ആനന്ദമാണല്ലോ, അവിടെ ആഹ്ലാദമാണല്ലോ, വിശപ്പിന് ആഹാരമുണ്ട് ഉപ്പാ. എന്നാൽ എത്രയോ ദിവസങ്ങളെ കരഞ്ഞുപോയ ഫാത്തിമയാണ്. ചോദിച്ചു, മോളെ ഫാത്തിമ, എന്തിനാണ് ഈ ഒരു സമയത്ത് ഇവിടെ കടന്നു വന്നത്? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളോട് ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിക്കൊരാഗ്രഹമുണ്ട്, ആ ഒരാഗ്രഹത്തിന് വേണ്ടി കടന്നു വന്നതാണ്. എന്താഗ്രഹമാണ് മോളെ ഫാത്തിമ? അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നു, അവിടത്തെ പ്രിയപ്പെട്ട സ്വഹാബിയായ ഹാരിസത്ത് ബിൻ നുഅ്മാനുണ്ടല്ലോ, അവർക്ക് 2 വീടുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു വീട് നമുക്ക് തരാൻ പറയുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാറിന് വേണ്ടി കൊടുക്കാൻ പറയുമോ? അവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടുമല്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫാത്തിമ, എനിക്ക് കഴിയൂല ഫാത്തിമ, എനിക്ക് ലജ്ജയാണ് ഫാത്തിമ, ഒരു മനുഷ്യനോടും ഞാനൊന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നമ്പരത്തോടെ അവിടെ നിന്ന് കരയുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിക്കാൻ പറ്റാതെ വേദനയോടുകൂടി ഇറങ്ങി ഓടുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കാത്തു നിൽക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ വരുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നു. ഫാത്തിമയോട് ചോദിച്ചു, മോളെ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു പോയത്, അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും,
ഉറുപ്പ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട വാക്ക് ഞാൻ പറയത്താലിയേ, പറയൂ ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് നാണമാണെന്ന്, അതുകൊണ്ട് കഴിയില്ല. ഫാത്തിമ ബീവിന്റെ കണ്ണുകൾ നിറയുകയാണ്. കരയണ്ട ഫാത്തിമ, കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സമാധാനം കണ്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുകയാണ്. കരയണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് സംസാരിക്കുന്ന ഒരു സ്വഹാബി കേൾക്കുകയാണ്. ഈ സ്വഹാബി കടന്നു പോവുകയാണ്. ഇവിടെ അല്ലാഹുവേ, ഹാരിസത്ത് ബിൻ ഉമാറിന്റെ വീട്ടിലേക്കാണ് കടന്നുപോയത്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഹാരിസ, ഫാത്തിമ ബീവിക്കതുപോലെ ഒരാഗ്രഹമുണ്ട്, അവിടുത്തെ ഭർത്താവിന്റെ ആഗ്രഹമാണ്, അത് സാധിച്ചു കൊടുക്കാൻ പറയാമെന്ന റസൂലുള്ളാഹിക്ക് ചോദിക്കാനും മടിയാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, കുഴപ്പമില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തില് അവിടെ നിന്ന് ഹാരിസത്ത് ബിൻ ഉമാനോട് വരികയാണ്. എന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവിടെ നിന്നൊരു വീട് വേണമെങ്കിൽ ചോദിച്ചുകൂടെ? അവിടെ നിന്ന് മടികാണിക്കണ്ട റസൂലല്ലാഹ്, അവിടെ നിന്ന് മടികാണിക്കണ്ട റസൂലല്ലാഹ്, അവിടെ നിന്ന് നമ്പരപ്പെടുത്തേണ്ട റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ആ സ്വഹാബ റസൂലുള്ളാഹിയോട് പറഞ്ഞിട്ട് പറയാം, ഒരു വീട് ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഹാരിസത്ത് ബിൻ ഉമാൻ സമ്മതിച്ചു. അവിടെ നിന്ന് ഫാത്തിമയോട് സന്തോഷമായി അറിയിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെയും അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും പുതിയ വീട്ടിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ താമസം മാറ്റുകയാണ്. അല്ലാഹുവേ, വീട്ടിന്റെ ഉള്ളിൽ ഒന്നുമില്ലല്ലോ. ഒരു കട്ടിൽ മേടിച്ചു കൊടുത്തു, ഒരു ബെഡ്ഷീറ്റ് മേടിച്ചു കൊടുത്തു, ഒരു പാത്രം മേടിച്ചു കൊടുത്തു, ഒരു ആശാങ്കല്ല് മേടിച്ചു കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അലിയെയും താമസം മാറ്റുകയാണ്. അന്ന് മുതൽ സന്തോഷത്തിന്റെ ജീവിതം നയിക്കുകയാ. പെങ്ങന്മാര് മനസ്സിലാക്കുക, കാപ്പനങ്കാടിയിലെ ഉമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോടൊപ്പം കഴിഞ്ഞുകൂടുകയാണ്. ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞുകൂടുകയാണ്. നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി പറയുകയാ, നിങ്ങൾ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഒരേ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിന്റെ ഉള്ളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയോ? ഒരേ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയോ? ഒരേ സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയോ? ഒരു കൈകൊണ്ട് മാവ് കുഴക്കുകയാണ്, ഒരു കൈകൊണ്ട് റൊട്ടി ചുടുകയാണ്. രണ്ട് മക്കൾ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരും കൊച്ചുമക്കളാണ്. ആ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ അതാ രണ്ട് തൊട്ടിലിടുകയാണ്. അതിന്റെ കയറ് പിടിച്ചിട്ട് ഫാത്തിമാന്റെ കാലുകളിൽ കെട്ടുകയാ. ഒരേ സമയത്ത് മക്കൾ കടഞ്ഞാൽ താരോല പാട്ടുപാടി ഉറക്കുന്നുണ്ട്. അവിടെ നിന്ന് ഭർത്താവിനെ സഹായിക്കുന്നുണ്ട്. നിങ്ങളെ നമ്മളല്ലേ 100 ജോലിയാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട നിങ്ങളുടെ ഉപ്പ വരുമ്പോ ഉമ്മ വരുമ്പോ ഭർത്താവിന്റെ വീട്ടിൽ 100 ജോലിയാണ്. ജോലി ചെയ്തിട്ട് മനുഷ്യന്റെ കൈയൊടിഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പരാതി പറയുമ്പോ നിങ്ങളൊക്കെ ഒരുപാട് ജോലി ചെയ്തല്ലോ. മാതളപ്പോലെ കൈകളായിരുന്ന ഫാത്തിമ ബീവിന്റെ കൈകൾ പൊട്ടിയല്ലോ. അവിടെ നിന്ന് പറഞ്ഞില്ല, ഫാത്തിമ, നിന്റെ ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ നിന്റെ കൈക്കൊരു വേദന വരുമ്പോ നിന്റെ സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് ഫാത്തിമ എന്ന് മദീനത്തിന്റെ രാജകുമാരൻ പറഞ്ഞു പോയെങ്കിൽ അന്ന് മുതൽ തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് സന്തോഷത്തോടുകൂടി ജീവിച്ചുപോയ ഈ ലോകത്തിന്റെ തരുണീ മണിയേ ബീവി ഫാത്തിമ. ബാക്കിയുള്ള 2 കാര്യം ഇൻഷാ അല്ലാഹ് 10-15 മിനിറ്റിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞു അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് അവിടെ നിന്ന് ഒന്ന് തന്റെ ഭർത്താവിന്റെ വരവും ചെലവും കണക്കും അനുസരിച്ച് പെണ്ണ് മുന്നോട്ട് പോവുക. എന്നാൽ ആ പെണ്ണ് വിജയിച്ച് സ്വർഗത്തിന്റെ സന്തോഷത്തിലൂടെ കടന്നു പോകാം. 2 തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ചോദിച്ചറിയുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതിന് ഏതൊക്കെ അർത്ഥത്തിലാണോ ഒന്ന് ഞാനിവിടെ പറഞ്ഞത് അതൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാ കാര്യങ്ങളും ചോദിച്ചു പഠിക്കുക. അത് അങ്ങനെയുള്ള ഒരു പെണ്ണാണോ ആ പെണ്ണിന് സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ വഴിയുണ്ടെന്ന് ലോകത്തിന്റെ മണിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ഞാൻ സമയമില്ലാത്തതാണ് വിശദീകരിക്കാത്തത്. 3 അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അധരങ്ങളിലൂടെ അടന്നു വീണത്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാണ്. 3ാമത്തത് ഒരു പെണ്ണിന് സന്തോഷത്തോടുകൂടി സ്വർഗത്തിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു പോണോ
തന്റെ ഭർത്താവിന്റെ കണ്ണുകളിൽ കൂടെ നിങ്ങൾ കാരണം കണ്ണുനീര് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ തന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞാൽ ആ വിഷമത്തിനെ മാറ്റുന്ന പെണ്ണായിട്ട് മാറുക. എന്നാൽ ആ കണ്ണുനീര് തുടക്കുന്നതിന് പകരം ആ പെണ്ണ് അള്ളാന്റെ നരകത്തിന്റെ ചുടു പാനീയത്തെ അവിടെ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവെന്ന് ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറുതെ പറയാനിതൊന്നും ചരിത്രങ്ങൾ പറയുമ്പോൾ ആ കുഴപ്പമില്ല, ചരിത്രമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പോകാനല്ല എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. കഥകൾ അവരുടെ ജീവിതം പറയുന്ന ജീവിതമൊക്കെ സൃഷ്ടിക്കപ്പെടാനാണ്, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനാണ്. അതുകൊണ്ട് അവിടെ നിന്ന് സന്തോഷത്തോടുകൂടി കടന്നു വന്നല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു വേള കരഞ്ഞിട്ട് വരാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഉറക്കെ പറയും സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ പറയും. നിങ്ങൾ പുറത്താൻ വേണ്ടി തന്നെ നിങ്ങൾ നല്ല ഉഷാറാണെന്ന് എന്നാലും ഉറക്കെ പറയും ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ബീവി ഫാത്തിമ. സുരലോക സുവർഗത്തിൽ സുഗന്ധ പ്രാണിയാമി സുന്ദരി മാണി ബീവി ഫാത്തിമ റളിയല്ലാഹു അഗമിയിൽ നീതുള്ളേ സുറുമക്കൽ കനിയാളെ സുരബിലെ സുരറാണി ഫാത്തിമ റളിയല്ലാഹു നബിയുടെ ഉള്ളിൽ വിട്ടുകയാറ്. ആ സമയത്താണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് പറയുന്ന ഫാത്തിമ മനസ്സ് വേദനിക്കുകയാണ്. ഇവിടെ മാതളം പോലെ വെളുത്തുടങ്ങുന്ന കരങ്ങൾ കൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കറുത്തുപോയ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അറിയാതെ കണ്ണുനീരെന്ന് തുടച്ചു കൊടുക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ കണ്ണുനീരെന്ന് തുടച്ചു കൊടുക്കുകയാണ്. ആ കണ്ണുനീരെന്ന് തുടച്ചു കൊടുത്തിട്ട് പറയുന്നവരെന്ന് കരയല്ലേ, തന്റെ ഭർത്താവിന്റെ ചന്തം നോക്കിയിട്ടില്ല പെങ്ങളെ. അപ്പുറത്തുള്ള ആളിനെ പോലെ ഭംഗിയില്ലാത്ത ഭർത്താവാണല്ലോ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പടുത്ത് വായിച്ചു തന്റെ ഭർത്താവിന്റെ സൗന്ദര്യം കുറഞ്ഞതിന്റെ പേരിൽ ഇത് എന്താ ചെയ്ത് അമ്മിക്കരുന്ന് അടിച്ചു കൊടുത്തു. തന്റെ ഭർത്താവിനെ നമ്മളൊക്കെ വായിച്ചല്ലേ, ഭർത്താവിന് അല്പം സൗന്ദര്യം കുറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അമ്മിക്കരുന്ന് അടിച്ചു കൊടുക്കുന്ന സഹോദരിയുടെ കഥ. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. ഒന്ന് പറയും അള്ളാഹു നിങ്ങൾക്ക് രക്ഷപ്പെടുത്തട്ടെ. പേടി നിറയെ അന്ന് പറയുന്നുണ്ട് അള്ളാഹു എല്ലാവരും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാണ്. അതുകൊണ്ട് അവിടെ നിന്ന് കടന്നു വരികയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ. അവിടെ നിന്ന് പറഞ്ഞ അലിയെ പ്രശ്നം എന്താണ് പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവേ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോ ആ വിരുന്നിന് പോയ സമയത്ത് ആ ഉസ്മാനിക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്തല്ലോ. നമുക്ക് വേണ്ടി എന്തേ റസൂലുള്ള ദുആ ചെയ്യാ ഈ ചെറ്റക്കോറിലേക്ക് എന്ന് കടന്നു വരാത്തത്? അവിടെ നിന്ന് കണ്ണുനീര് തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന ഫാത്തിമ അല്ല അലിയെ കടന്നു പോവുക, കടന്നുപോയിട്ട് നാളെ തന്നെ വിളിക്കുക റസൂലുള്ളാഹിയും സ്വഹാബത്തിനെയും വിളിച്ചു. അവിടെ കടന്നു ചെന്നുകൊണ്ട് വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനടുക്കൽ ചെന്ന് തലിയാറ് പറഞ്ഞു, അല്ല ഹബീബല്ലാ, നാളെ എന്റെ വീട്ടിലേക്ക് നിങ്ങൾ വിരുന്നിന് വരുമോ? അവിടെ നിന്ന് വരാമെന്നുള്ള വാക്ക് കൊടുക്കുമ്പോൾ ഓടി വരികയാണ് ഫാത്തിമാന്റെ മുമ്പിൽ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ഈ വീട്ടിന്റെ ഉള്ളിൽ ഭക്ഷിക്കാനൊന്നുമില്ലല്ലോ, ഒരു ഗോതമ്പിന്റെ തരിയില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും ഫാത്തിമ? റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്നവരാകോ, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് കളിയാക്കുന്നവരാകോ, അവരെ ഭക്ഷണപ്പെടുത്തുന്നവരാകോ? ആ സമയത്ത് പറഞ്ഞു, ഇല്ല അലിയെ, പേടിക്കണ്ട. പിറ്റേ ദിവസമായപ്പോൾ ലോകത്തിന്റെ രാജകുമാരൻ കടന്നു വരികയാണ്, സ്വഹാബത്ത് കടന്നു വരികയാണ്. യാ അല്ലാഹ്, വീടിന്റെ ഉള്ളിലേക്ക് തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്തെ കലിയാറുകൾ ഓടിപ്പോവുകയാ. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും കടന്നു വന്ന ഫാത്തിമ, അവരെ കളിയാക്കുന്നവരാകുവോ, അവരെ നൊമ്പരപ്പെടുത്തുന്നവരാകുവോ, അവരെ ദുഃഖിപ്പിക്കുന്നവരാകുവോ, അവരെ പ്രയാസപ്പെടുത്തുന്നവരാകുവോ? അതുകൊണ്ട് വല്ലാത്ത നൊമ്പരമാണ് ഫാത്തിമ. പേടിക്കണ്ടാലിയേ, പേടിക്കണ്ട. നിങ്ങളതാ അടുപ്പത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന പാത്രമുണ്ടല്ലോ, നിങ്ങൾ കടന്നു പോവുക. ആ പാത്രത്തിന്റെ മൂടി വിസ്മയം പറഞ്ഞിട്ട് അവിടെ നിന്നെടുക്കുക. ഞങ്ങളെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുസല്ല ധരിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്, നിസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. യാ അല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണു നിറഞ്ഞു പോയതാണ്. ഇനി ആ കണ്ണുകളിലൂടെ ഒരു തുള്ളി കണ്ണുനീര് വരത്തില്ല. എന്റെ ഭർത്താവ്
ഭർത്താവിന് വേദന കൊടുക്കല്ല അല്ലാ, എന്റെ ഭർത്താവിന് വിഷമം കൊടുക്കല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നൊമ്പരത്തോട് ദുഃഖത്തോട് കരഞ്ഞു പോവുകയാണ്. അല്ലാഹുവേ, വേദനയാണല്ലോ. അതാ അലിയാരങ്ങൾ കടന്നുപോയിട്ട് ആ പാത്രത്തിന്റെ മൂടിയം എടുക്കുകയാണ്. ആവശ്യം പോലെ ഭക്ഷണമാണ്, അത് മുഴുവനും കൊണ്ടുവന്നിട്ട് വിളമ്പിയിട്ട് സ്വഭാവത്തിന് കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന് കൊടുക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അവിടത്തോടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, സ്വർഗീയ റാണിയാണ് നബിയേ, സ്വർഗത്തിന്റെ നേതാവാണ് നബിയേ, ആ പൊന്നുമോളാണ് എന്റെ കണ്ണുനീര് മാറ്റിയത് എന്നവിടെന്ന് പറഞ്ഞു പോകുമ്പോ, ഇതുപോലെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് രോഗം വന്ന, തന്റെ ഭർത്താവിന് വിഷമം വന്ന, തന്റെ ഭർത്താവിന്റെ കണ്ണുനീര് വന്നാൽ രാപ്പരങ്ങാടിയിലുള്ള എന്റെ പ്രിയപ്പെട്ടവരെ നിലവെടുത്തുകൊണ്ട് മുസല്ലാ വിരിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്ന് ദുആരക്കാൻ പറ്റോ? അല്ലാഹുവേ, പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് സൗദിയിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് സോഹാറിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് കുവൈറ്റിലാണല്ലോ, പ്രിയപ്പെട്ട ഭർത്താവ് ബഹ്റൈനിലാണല്ലോ. അല്ലാഹുവേ, 6 കൊല്ലമായി 7 കൊല്ലമായി പാടുപെടുന്നല്ല, ജീവിതത്തിന്റെ മുഴുവൻ ഭാഗം വിദേശത്തേക്ക് വേണ്ടി വലിച്ചെറിഞ്ഞവരാണ്, മക്കൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അല്ലാഹുവേ, ഇനി എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറയിപ്പിക്കല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഉമ്മ ഈ ചാപ്പനങ്ങാടി ഇന്നത്തെ ദിവസം മുതൽ വന്നു പോയാൽ എന്റെ പെങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു മാറ്റം തരുന്നത് സ്വർഗത്തിന്റെ വഴികളിലൂടെയാണെന്ന് പഠിപ്പിച്ചു പോയത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 3 കാര്യമായി. അവസാനത്തെ ഒരു കാര്യം 2 മിനിറ്റ് ഉണ്ട് ഇപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ പറയും. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറയാം. അതുകൊണ്ട് അവസാനമായി ഒരു കാര്യമുണ്ട്, അത് ഇൻഷാ അല്ലാഹ് 2 മിനിറ്റ് ഉണ്ട്, ദുആക്കുമ്പോൾ നിങ്ങളോട് പറയും. അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറയാം, ഇത് കേൾക്കുമ്പോൾ ഇത്രയും നേരം അൽഹംദുലില്ലാഹ് ഉള്ളവർ സന്തോഷത്തോടുകൂടി വിളിക്കുന്നു. അല്ലാഹു തആല ഈ ഇരുത്തത്തിന്റെ പകരം അല്ലാഹു തആല സ്വർഗ്ഗം തരട്ടെ. റക്കത്ത് പറയുമ്പോൾ അല്ലാഹു തആല സന്തോഷം തരട്ടെ. ഇവിടെ നമ്മുടെ ബാവക്ക് എനിക്ക് ഇവിടെ വെള്ളം ഒഴിച്ചു വെച്ചു, വല്ലാത്ത സ്നേഹം കൊണ്ടാണ് ഞാൻ വാള കഴിഞ്ഞ വെള്ളം കുടിക്കാറുള്ളത്. പാവറിയില്ല. അല്ലാഹു തആല നമ്മുടെ ബാവക്കൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അവർക്കൊന്നും പറയുക, അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരുപാട് സ്നേഹം തന്ന മനുഷ്യനാണ്. അല്ലാഹു തആല ഖൈറും ബറക്കത്തും അസുഖങ്ങളൊക്കെ മാറ്റി ഖൈറും ബറക്കത്തും അല്ലാഹു തആല കൊടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, ഇൻഷാ അല്ലാഹ് ഈ വെള്ളം ഞാൻ ഇൻഷാ അല്ലാഹ് കാര്യമായിട്ട് കുടിക്കും. എന്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, ലോകത്തിന്റെ രാജകുമാരൻ നമ്മളെ പഠിപ്പിച്ചതാണ് സന്തോഷം, സ്നേഹം. ഉമ്മമാരെ, ഇപ്പം നമ്മൾ 3 കാര്യം പറഞ്ഞു. കണ്ണുനീര് മാറ്റുക, കൊള്ളായ്മയിലും ഇല്ലായ്മയിലും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുക, തന്റെ ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയാം. ഇനി ഒറ്റ കാര്യങ്ങളുള്ളൂ, അത് പറയുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞു എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ സംഘാടകർ അതുപോലെ ഇവിടെ പരിപാടി വെച്ചത് അൽഹംദുലില്ലാഹ്, അവരുടെ വല്ലാത്തൊരു ആകാംക്ഷയാണ് സിൽവർ ജൂബിലിയോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടത്തപ്പെടുന്നത്. വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു സാധു, അതും അൽഹംദുലില്ലാഹ് ഞാൻ അറിഞ്ഞത് ഒരു അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾക്കുള്ള കൂലിയ, ഹബീബിനെ സ്നേഹിച്ച് കൂലി നമുക്ക് ലഭിക്കല്ലേ. അവർക്കൊരു വീട് വേണം. അതിന് 7 ലക്ഷം രൂപ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ നിങ്ങളെല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയണമെന്ന്. അള്ളാഹു നമുക്ക് മാറ്റം തരും, ഉറപ്പാണ്. അള്ളാഹു നമുക്ക് സന്തോഷം തരും. ചെറിയൊരു കഥ ഞാൻ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കും. ലോകത്തിന്റെ രാജകുമാരൻ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, മുത്തു നബിയെ, ഞാൻ കച്ചവടത്തിന് പോവാൻ. ഇത്രയും നേരം നിങ്ങൾ എനിക്ക് ഇഷ്ടമായി. മുസ്തഫ നബിയെ, ഞാൻ കച്ചവടത്തിന് പോവാൻ, എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുആരക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴങ്ങനെ വന്നിട്ട് ചോദിച്ചാലും ആത്മാർത്ഥമായിട്ട് ദുആരക്കാരുണ്ട്. പക്ഷെ ഇപ്രാവശ്യം മാത്രം അള്ളാന്റെ ഹബീബിന്റെ കണ്ണുകൾ നിറഞ്ഞു. മുസ്തഫ നബി തങ്ങളുടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കടന്നുപോയി. ആ സമയത്താണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിച്ചു പോയി, റസൂലല്ലാഹ്, എല്ലാ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് യാത്ര പോകട്ടെ എന്നവിടെന്ന് ചോദിച്ചു പോയാൽ സന്തോഷത്തോടെ പറഞ്ഞു വിടുന്ന നബിയേ, ഇന്നെന്തേ ഇവിടത്തെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നത്? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, എന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. അതുകൊണ്ട് പറയുകയാണ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന് വേണ്ടി കടന്നുപോയിട്ടുണ്ടല്ലോ. ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ കച്ചവടത്തിന്റെ യാത്രയാണ്. ഇനി ഇവിടെ കൊണ്ടുവരുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്താണ്, മരിച്ചു മയ്യിത്താണ് കൊണ്ടുവരിക. അതറിഞ്ഞപ്പോ ഞാൻ കടന്നു പോയതാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടി
വേണ്ടി വാരിക്കോട് കൊടുക്കുന്ന സ്വഹാബിയാണല്ലോ. ആ ഒരു സ്വഹാബിയുടെ മയ്യത്ത് വേദിക്കാ അവർ രംഗം ഓർക്കുമ്പോ മനസ്സ് പൊട്ടുകയാണ്. വേദനയോടുകൂടി റസൂലുള്ളാഹിയും സഹാബത്തും കാത്തിരിക്കുമ്പോ അല്ലാഹുവേ അത്ഭുതമെന്ന് പറയട്ടെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു നടന്നു വരികയാണ്. മുസ്തഫ തങ്ങൾക്ക് ആശ്ചര്യമാവുകയാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് മുത്തുനബിയോട് സലാം പറയുമ്പോ സലാം അടക്കിയിട്ട് റസൂലുള്ള ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ, നിങ്ങളുടെ യാത്രയിൽ എന്താണ് സംഭവിച്ചു പോയത്? അവിടെ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല നബിയേ. ആ സമയത്ത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോ ഞങ്ങളുടെ കൂടെ ഉള്ളവർക്ക് വിശക്കുന്നവരായി, അവർക്ക് ദാഹിക്കുന്നവരായി, എവിടെയും നല്ലൊരു സ്ഥലം കണ്ടിട്ടില്ല. ആഹാരം വെക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, പക്ഷേ വെച്ചു വരാൻ ഒരാളില്ല. ഞങ്ങളങ്ങനെ നടന്ന് പോകുമ്പോ അങ്ങയുടെ വിദൂരത്തതാ ഒരു ചെറ്റക്കൂര കാണുകയാണ്. ആ ഒരു ചെറ്റക്കൂരയുടെ കാലത്തേക്ക് ഞങ്ങളന്ന് കടന്നുപോയി. അവിടെ ചെന്നുകൊണ്ട് വാതിൽ മുട്ടുമ്പോ വയസ്സായ ഒരു ഉമ്മയാണ് കടന്നു വരുന്നത്. ആ ഉമ്മയോട് ഞാൻ പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ മദീനക്കാരാണ്, മദീനത്തിന് കടന്നു വരുന്നവരാണ്, ഹബീബിന്റെ തോഴന്മാരാണ്, ഞങ്ങൾക്ക് വിശപ്പുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഭക്ഷണം തരുമോ? മക്കളെ, ഇവിടെ ഭക്ഷണത്തിന് തരാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന സമയം, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഉമ്മ, ഭക്ഷണം വെക്കാനുള്ള സാധന സാമഗ്രികളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളൊന്ന് പാചകം ചെയ്താൽ മതിയെന്നാൽ ആ ഉമ്മ പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുകയാ, മക്കളെ ഭക്ഷണം പാചകമായിരിക്കുകയാ, ഭക്ഷണം റെഡിയായിരിക്കുകയാ. ഞങ്ങൾ അന്തം വിട്ടുപോയി. ഈ വയസ്സത്തി പെണ്ണ് ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്? ഞങ്ങൾ ഇത്രയും സ്വഹാബത്തിൽ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കിയത്? അല്ലാഹുവേ, ഞാൻ ആ ഉമ്മയോട് ചോദിച്ചുപോയി, അല്ല ഉമ്മ, നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയത്? നിങ്ങളൊരു വയസ്സെത്തിയായ ഉമ്മയാണല്ലോ. അല്ല മോനെ, ഞാനല്ല ഭക്ഷണം ഉണ്ടാക്കിയത്, എന്റെ വീട്ടിന്റെ ഉള്ളിൽ 2 മക്കളുണ്ട്. പാപ്പ മരിച്ചു പോയിട്ട് വിവാഹത്തിന്റെ പ്രായമെത്തിപ്പോയ 2 മക്കളുണ്ട്. ആ പുണ്യമക്കൾ കൊടുത്തതാ ഒരു പുരുഷന്റെ കരസ്പർശനം പോലും ഏൽക്കാറ് അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കഴിഞ്ഞുപോടുകയാ. നിക്കാഹിന്റെ സമയങ്ങൾ കടന്നു പോയതാണ്. അങ്ങനത്തെ മക്കളുണ്ട്. ആ പുണ്യമക്കളാണ് ഭക്ഷണം പാചകം ചെയ്തത്. ഇത് കേട്ടപാട് റസൂലല്ലാഹ്, ഞാനവിടെ എഴുന്നേറ്റ് നബിയേ, ഞാൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബ, നിങ്ങളിൽ ആരെങ്കിലും ബാപ്പയില്ലാത്ത ഈ എന്റെ പൊന്നുമക്കളെ നിക്കാഹ് ചെയ്യാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞാൽ എന്റെ സമ്പത്തിന്റെ ഇന്ന് ഞാൻ കച്ചവടം ചെയ്യല്ലേ, ഈ കച്ചവടത്തിന്റെ ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറയുമ്പോ 2 ചെറുപ്പക്കാർ ചാടി എഴുന്നേറ്റ് നബിയേ, അവരുടെ നിക്കാഹിന് വേണ്ടി ഒരുങ്ങി നബിയേ. ആ സമയത്ത് ഈ 2 പെൺമക്കൾ ഉളവെടുത്തുകൊണ്ട് നിസ്കരിച്ചുകൊണ്ട് ദുആക്കുകയാണ്, അല്ലാഹുവേ, ബാപ്പയില്ലാത്ത ഈ മക്കളെ സഹായിച്ചതാരാണ്? അല്ലാഹ്, അവർക്ക് രോഗം കൊടുക്കല്ല അല്ലാ, അവർക്ക് വിഷമം കൊടുക്കല്ല അല്ലാ, അവർക്ക് നമ്പരം കൊടുക്കല്ല അല്ലാ, അവർക്ക് കണ്ണുനീര് കൊടുക്കല്ല അല്ലാ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണമല്ല. അങ്ങനെ ദുആ ചെയ്തു അല്ലാഹുവിന്റെ റസൂലേ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മടങ്ങി വന്നവരാണ്. അല്ലാഹുവിന്റെ റസൂൽ പുഞ്ചിരിച്ചുകൊണ്ട് തോളത്തിലെത്തിയിട്ട് പറയാറ്, ഓ സ്വർഗത്തിന്റെ സന്തോഷമാണ്, സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകാൻ മനസ്സ് കൊടുത്ത മോനെ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. നീ എത്ര ഭാഗ്യമുള്ള ആളാണ്, മലക്ക് ജിബ്രീൽ കടന്നു വന്നുകൊണ്ട് നിന്റെ മയ്യത്ത് മേടിക്കണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ കരഞ്ഞുകൊണ്ട് കാത്തിരുന്നു പോയവരാണ്. ഈ പൊന്നമക്കളുടെ ദുആയാണ് നീ സഹായിച്ചല്ലോ. ആ ഒരു സഹായത്തിന്റെ പവർ കൊണ്ട് ആ പ്രിയപ്പെട്ട പുന്നാര മക്കൾ ദുആ ചെയ്തപ്പോ അല്ലാഹു നിങ്ങൾക്ക് രോഗം തന്നിട്ടില്ല, നിങ്ങൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൂട്ടിത്തന്നുവെന്ന് പറയുമ്പോ അൽഹംദുലില്ലാഹ്, അവിടെ ഇരിക്കുന്ന എന്റെ ഉപ്പമാരോട് ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിച്ചു പോവുകയാ. ഈ ഒരു സദസ്സിലേക്ക് ഒരുപാട് സമ്പത്തുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഇവിടെ വെച്ചുകൊണ്ടൊരു സാധുവിന് ഒരു വീടിന് വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്ന് ഒരുമിച്ച് കൂടിയാൽ നിങ്ങളാൽ കഴിയുന്ന ഓരോ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒരു 25 എത്രയാണോ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുക, അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരാൾക്കെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അല്ലാഹുവേ, റസൂലുള്ളാഹിനെ സ്നേഹിച്ചതിന് തുല്യമായല്ലോ. അല്ലാഹു നിങ്ങൾക്ക് രോഗം തരില്ല, അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം
വരില്ല, അല്ലാഹു നിങ്ങൾക്ക് കണ്ണുനീർ തരില്ല. ആ ഒരു വീട്ടിന്റെ ഉള്ളിൽ കയറി കിടന്നാൽ മക്കളൊക്കെ സഹോദരങ്ങളെ ഒരുമിച്ചെന്ന് ദുആ ചെയ്താൽ അല്ലാഹു എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹു മാറ്റുമല്ലോ. അതുകൊണ്ട് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഈ തരത്തിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, ഉമ്മമാരുണ്ട്. ഒരു സ്വർണത്തിന്റെ തരിയെങ്കിലും ഉസ്താദേ ആ ഒരു വീടിന് വേണ്ടി ഞാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഒരു 25,000 ഇനി അതുമല്ല അതിനപ്പുറം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവേ, ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യം ഒരാള് ഞാനുണ്ട് ആദ്യം കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അല്ലാഹ് രോഗങ്ങൾ മാറ്റണമല്ല, ബുദ്ധിമുട്ടുകൾ മാറ്റണമല്ല, കണ്ണുനീര് മാറ്റണമല്ല, പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്. ആദ്യം പറയുന്നു സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴികളെ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ഒരുപാട് ആളെ ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ 25 10,000 എത്രയാണ് ഞാൻ ഒരു സംഖ്യ പറഞ്ഞില്ല. ഇനി അതിനപ്പുറം നിങ്ങൾക്ക് ഇനി കൊടുക്കാൻ നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് ആരെങ്കിലും പോകാൻ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആദ്യം ഒരാൾ നല്ല മനസ്സോട് കൂടിയിട്ട് ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ അൽഹംദുലില്ലാഹ് നല്ലൊരാഗ്രഹം, ഏറ്റവും നല്ല സംരംഭം ഒരാൾക്ക് ഒരു സാധുവിന് ഒരു വീടിന്റെ പണിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൂട്ടത്തിൽ നല്ലതുപോലെ സമ്പത്ത് ഒരുപാട് ഉണ്ടെന്നൊന്നും ഞാൻ എന്തെങ്കിലും ആരോടും പറയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ എഴുന്നേക്കാം ഈ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എന്നെ നോക്കാതെ ഇനി ഇവിടെ ഇനി ഇതൊരു വലിയ സംഘമാണെന്ന് എനിക്കറിയില്ല. ഞാൻ സാധാരണ ചോദിക്കുമെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കൊന്ന് പറയും അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതൊന്നും ഇൻഷാ അല്ലാഹ് ആദ്യം ആരാ പറയാമെന്ന് പറയും. ആരെങ്കിലും ഒരാൾ നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് നന്മ നിറഞ്ഞ മനസ്സോട് കൂടി ഇൻഷാ അല്ലാഹ് ഞാനുണ്ട് ഉസ്താദെ ആദ്യം ഇത് കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് നിങ്ങളിൽ ഒരാൾ പറഞ്ഞാൽ ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നെ പറഞ്ഞു ഒരാളെന്ന് തുടക്കമിട്ട് കൊടുത്താൽ മതി. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളാൽ കഴിയുന്ന ഒരു സംഖ്യ നമ്മുടെ ഉമ്മമാരുടെ ഭാഗത്ത് ആളുണ്ടെന്ന് വിശ്വസിക്കാൻ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് അർഹമർ റഹീമായ അല്ലാഹുവേ, ഈ സദസ്സിൽ പടച്ച റബ്ബേ ഈ ഒരു സംരംഭത്തിന് വേണ്ടി ഇത്രയും കേട്ടവർ ഈ മനസ്സിൽ കൊണ്ടുവന്നവർ ആരാണ് റബ്ബേ? ആദ്യം നല്ല നിറഞ്ഞ മനസ്സോടുകൂടി ഒരാളെയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഞാൻ ഒരു സംഖ്യ പറയാനും പറഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ 25 പറയാൻ നിങ്ങൾ അതന്നെ പറയണമെന്നില്ല. എന്താണോ നിങ്ങളെ കൊണ്ട് കഴിയുക ആ ഒരു സംഖ്യ സദസ്സിൽ നിങ്ങൾ പറയാം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം ഒരാൾ നിർബന്ധിക്കില്ല. ആരും നിങ്ങൾക്കറിയാം നിങ്ങളുടെ മനസ്സിൽ നമുക്ക് അല്ലാഹു നല്ല വീട് തന്നു, അല്ലാഹു നമുക്ക് നല്ല സന്തോഷം ഒക്കെ തന്നു. എന്നാൽ ഒരാൾ അൽഹംദുലില്ലാഹ് നല്ലൊരു ഏറ്റവും നല്ല ഒരു മനസ്സോട് കൂടിയിട്ടെന്ന് കിടന്നാൽ ആ വീട്ടിന്റെ ഉള്ളിൽ കിടന്നിട്ട് ദ്വാരക്കുമ്പോൾ ആ വീട്ടിൽ എത്ര കാലഘട്ടം കഴിഞ്ഞ ആളുകൾ വരുന്നു അത്രയും ദുആ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോയാലും 6 അടി മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറയാം ഈ കൂട്ടത്തിൽ ഒരു 10,000 രൂപ ഞാൻ ഇനി ഒരു കണക്ക് പറയാത്തതാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു 10,000 രൂപ വെച്ചിട്ട് ഈ സദസ്സിൽ കൊടുക്കും എന്ന് പറയാൻ ഒരാൾ ഇൻഷാ അല്ലാഹ് നല്ല നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ഒരാൾ ആദ്യം ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. സംഘാടകർ പെട്ടെന്ന് ആരെങ്കിലും ഒരാൾ ഒന്ന് നോക്കിക്കോളി ആരാണ് ആദ്യം ഇൻഷാ അല്ലാഹ് പറഞ്ഞ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കം ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അർഹമർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹുവേ, കാരുണ്യവാനായ അല്ലാഹ്, ഈ സദസ്സിൽ നന്മ നിറഞ്ഞ മനസ്സോടെ ആര് പറയുന്നു അല്ലാഹുവേ അവർക്ക് രോഗം കൊടുക്കല്ലേ അല്ലാഹ്, പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്, നൊമ്പരവും കണ്ണുനീരും കൊടുക്കല്ലേ റഹ്മാനേ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പേര് പറയാത്തൊരു വ്യക്തി 1,00,000 രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഖുലൂ തക്ബീർ. ഉറക്കൊന്ന് പറയും ഖുലൂ തക്ബീർ. നമ്മൾ 25 ചോദിച്ചപ്പോൾ 1,00,000 ആദ്യം പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സംഘാടകർ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓരോരുത്തരായി എന്താണോ നമ്മളെ കൊണ്ട് പറ്റുക അത് നിങ്ങൾ പറഞ്ഞോളൂ. ഈ ഇരിക്കുന്ന ഉപ്പമാരൊക്കെ നമുക്ക് കൊണ്ട് ഒരുപാട് അല്ലാഹു പക്ഷേ ഈ ചെയ്യുന്ന ഹദിയിലൂടെ ആയിരിക്കും അല്ലാഹു നമ്മുടെ വിഷമങ്ങളൊക്കെ മാറ്റത്തരുന്നത്. ആദ്യ ഒരു സഹോദരൻ അൽഹംദുലില്ലാഹ് 1,00,000 രൂപ ഖുലൂ തക്ബീർ. ഉറക്കൊന്ന് പറയും ഖുലൂ തക്ബീർ. എല്ലാവരും ഉറക്കത്തിൽ ഖുലൂ ഗന്നം സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്,
ഈ ഒരു സദസ്സിൽ 1,00,000 രൂപ ഈ പരിശുദ്ധമായ സദസ്സിൽ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതാരാണോ നിനക്കവരെ അറിയാം. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ഇതിന് പകരം സ്വർഗത്തിന്റെ വിളികൾ നീ കൊടുക്കണേ അല്ലാഹുവേ. എന്തെങ്കിലും രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നൊമ്പരങ്ങളും കണ്ണുനീരുകളും മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ദുനിയാവിൽ ഏതൊരു മേഖലകളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലാഹുവേ, അതിൽ മുഴുവനും ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാഹുവേ. ഒരുപാട് കാലം ദീനിന് വേണ്ടി സേവനം ചെയ്ത് സന്തോഷത്തോടെ വഴികളിലൂടെ കടക്കാനും ഇതിന് പകരം അല്ലാഹുവേ നിന്റെ സ്വർഗത്തിൽ ഒരു വീടും നീ കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം കൊടുക്കണേ അല്ലാഹുവേ. നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. 1 ഗ്രാമായാലും വിഷയമ്മമാരെ ഒരാൾക്ക് അല്ലാഹുവേ ഇവിടെ വെച്ച് ഈ കൊടുക്കുന്നവർ ഈ പറയുന്നവർ ഇവർക്കൊക്കെ നാളെ നിന്റെ സ്വർഗീയ ലോകത്തിൽ നല്ലൊരു വീട് നീ കൊടുക്കണേ റഹ്മാനെ. ഉറക്കൊന്ന് പറയും. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. അല്ലാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട സ്വർഗ്ഗം, അവിടെ നിന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? സ്വർഗത്തിന്റെ അരുവികളെ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടെന്നറിയോ? അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കലാണ്. വയതുഇമൂന തുആമ അലാ ഹബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ. നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ ഉള്ളതിനോടൊപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു എനിക്ക് സന്തോഷത്തിന്റെ സ്വർഗം കൊടുക്കുമെന്നാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരന് നല്ല മനസ്സോട് കൂടി ഒരു സ്വർണ്ണമോതിരം കൂലു തക്ബീർ ഉറക്കെന്ന് പറയും. കൂലു തക്ബീർ. ഒന്നുമില്ലെങ്കിൽ എന്റെ ഉപ്പമാരെ നിങ്ങൾ നമ്മുടെ സംഘാടകർ അവിടെ ഉണ്ട്. ഒരു 10,000 വെച്ചെങ്കിലും നിങ്ങൾ ഇൻഷാ അല്ലാഹ് കൊടുക്കണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ ചൊല്ലിക്കോളി ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله لا إله إلا الله محمد رسول الله ഉറക്കദാഹമോ അത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലൈലവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന. അർഹംറാഹിമായ അല്ലാഹ്, ഇത് ഏതൊരു സഹോദരിയുടെ കരങ്ങളിലാണോ കിടന്നിരുന്നത്? പടച്ച റബ്ബേ, ഒരു സാധുവിനെ സഹായിക്കണമെന്നുള്ള നല്ലൊരു ചിന്തയോടുകൂടിയാണ് ആ സഹോദരി ഇവിടെ കൊടുത്തുവിട്ടത്. പടച്ചവനേ, ഇവിടെ കൊടുത്തുവിട്ടതിന് പകരം ആ സഹോദരിക്ക് നാളെ സ്വർഗീയ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. തൗഫീഖ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, തൊലി സംബന്ധമായ രോഗം കൊടുക്കല്ല അല്ലാഹ്. പടച്ചവനെ, ലക്ഷങ്ങൾ വിലമതിക്കുന്ന രോഗങ്ങൾ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ ആ സഹോദരിക്ക് അവസരം കൊടുക്കണേ അല്ലാഹ്. ഏതെങ്കിലും സഹോദരിമാർ ഇതുപോലെ ചുരുങ്ങിയത് ഇവിടെ കൊടുത്തുവിട്ടാൽ അല്ലാഹു അതിന് പകരം നിന്റെ സ്വർഗത്തിന്റെ വീട് കൊടുക്കണമല്ലോ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അതിനു മുമ്പൊരു സഹോദരൻ ഒരു 15,000 രൂപ കുലു തക്ബീർ. ഇത് മതി. പലതുള്ളി പെരുവെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര കൊടുത്താൽ എന്തെല്ലാം സന്തോഷമാണ്. അമ്മമാരെ, നിങ്ങൾ വിചാരിച്ചിട്ട് തന്നെ ആ സാധുവിന് ഒരു വീട് നമുക്ക് പണിയെടുക്കാൻ പറ്റും. ചെറുതെന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന നാളത്തെ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണത്തിൽ നിങ്ങളൊന്ന് കൊടുത്തോളൂ. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു തആല കബൂലാക്കട്ടെ. 15,000 രൂപ ഒരു സഹോദരൻ കുലു തക്ബീർ ഉറക്കെ ചൊല്ലിക്കോളി. അബ്ദാഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ ആബിദി صلى على محمد والآل وسلام الله. മജ്‌ലിസിനൂർ നമ്മൾ ചെല്ലുന്നത് മജ്‌ലിസിനൂർ മാത്രം. ഞാനിപ്പോൾ അടുത്ത് ഒരു 5-6 സ്ഥലത്ത് അൽഹംദുലില്ലാഹ് മജ്‌ലിസിനൂർ മാത്രം ആള് പറഞ്ഞിട്ടുണ്ട്. മജ്‌ലിസിനൂറിന്റെ ബറക്കത്ത്, പവറുകൾ, ശ്രേഷ്ഠതകൾ. 17 സ്വഹാബിമാർ മജ്‌ലിസിനൂറിന്റെ കൊണ്ടല്ല, 17 സ്വഹാബിമാർ ബദരീങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു അവർക്ക് കൊടുത്തുപോയ സന്തോഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. 2, 3, 4 മണിക്കൂർ മജ്‌ലിസിനൂർ മാത്രം പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇവിടെ എന്തെങ്കിലും മതി വരില്ല. അതുകൊണ്ടിലേക്കൊന്നും പോകുന്നില്ല. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അർഹമുർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, ആ 15,000
15,000 രൂപ ഏതൊരു സഹോദരനാണോ ഈ സദസ്സിൽ പറഞ്ഞത്, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ തൊഴിലിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, ബറക്കത്ത് ചെയ്യണേ അല്ലാ, സന്തോഷം കൊടുക്കണേ റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാഹുവേ, ജീവിച്ചിരിക്കുമ്പോ മാരകമായ രോഗം കൊടുത്തുകൊണ്ട്, പ്രയാസം കൊടുത്തുകൊണ്ട് കണ്ണുനീരിലാക്കല്ല അല്ലാ, ദുഃഖത്തിലാക്കല്ല അല്ലാ, പ്രയാസപ്പെടുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ, 15,000 രൂപക്ക് പകരം നിന്റെ സ്വർഗത്തിൽ സന്തോഷത്തിന്റെ ഒരു ഇരിപ്പിടം കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ആ കുടുംബങ്ങളിൽ വിട പറഞ്ഞു പോയവരാരാണോ അവരുടെ എല്ലാം കബറിടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കി മാറ്റണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അടുത്തൊരു സഹോദരി ഇൻഷാഅല്ലാഹ് പെട്ടെന്ന് പറഞ്ഞോളി. ആ ഒരു സഹോദരിക്ക് അൽഹംദുലില്ലാഹ് ഒരു സഹോദരി ഒരു സ്വർണ്ണമോതിരം തന്റെ മകന്റെ ബിസിനസ്സിലൊക്കെ ഖൈറും ബറക്കത്തുണ്ട്. അല്ലാഹു തആല ഖൈറും ബറക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. ഉറക്കൊന്ന് പറയും, അല്ലാഹു തആല ഖൈറും ബറക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അടുത്തൊരു സഹോദരി ഇൻഷാഅല്ലാഹ് ഏതെങ്കിലും ഒരു സഹോദരനോട് ഇൻഷാഅല്ലാഹ് ഒന്ന് കൊടുത്തുവിടുന്നെങ്കിൽ ഇൻഷാഅല്ലാഹ് പെട്ടെന്ന് കൊടുത്തുവിടി. നമുക്ക് നാളെ ഉണ്ട് പരിപാടി, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാനും പറ്റില്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും ഇൻഷാഅല്ലാഹ് നിങ്ങൾക്ക് ഇനി അതില്ലെങ്കിൽ ഒരു 6,666 എങ്കിലും ഇൻഷാഅല്ലാഹ് നിങ്ങൾ കൊടുക്കണം. സംഘാടനം ഇൻഷാഅല്ലാഹ് പെട്ടെന്ന് കബൂലാക്കട്ടെ. ഉറക്കം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അർഹമുറാഹിമായ അല്ലാഹ്, ഏതൊരു സഹോദരിയാണ് കയ്യിൽ കിടന്നിരുന്ന സ്വർണ്ണമോതിരം അവരേറ്റവും ഇഷ്ടപ്പെടുന്നതാണ് അല്ലാഹുവേ. മകന്റെ ബിസിനസ്സിൽ ബറക്കത്ത് കിട്ടാൻ കൊടുത്തുവിട്ടതാണ് അല്ലാഹുവേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല ഇതുപോലൊരു സഹായം ചെയ്തപ്പോൾ അല്ലാഹുവേ നീ ഒരുപാട് മഹത്വങ്ങൾ കൊടുത്തല്ലോ. അതുപോലെ ആ സഹോദരിയുടെ മകനിക്ക് നീ അവസരങ്ങൾ ഖൈറായി കൊടുക്കണം റഹ്മാനെ, ബറക്കത്ത് കൊടുക്കണം അല്ലാഹ്. ആ സഹോദരിക്ക് ഇതിനേക്കാൾ ഉപകരിക്കുന്ന സ്വർണത്തിന്റെ സ്വർണ്ണാഹുവേ സ്വർഗത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ അണിയാൻ അവസരം കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹുവേ. പടച്ചറപ്പേ, മാരകമായ രോഗം കൊടുക്കല്ല അല്ലാഹ്, വിഷമങ്ങളും കണ്ണുനീരുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും കൊടുക്കല്ല അല്ലാഹ്. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് അടുത്ത സഹോദരൻ പെട്ടെന്ന് ആരെങ്കിലും നല്ല മനസ്സോടുകൂടി, നിങ്ങൾ അങ്ങനെ പറഞ്ഞു, നല്ല നിറഞ്ഞ മനസ്സോടുകൂടി, ഒരാളെ നിർബന്ധിക്കില്ല, നിങ്ങൾക്ക് ചിന്തിക്കുക അല്ലാഹു ഇതിന് പകരം നാളെ സന്തോഷത്തിന്റെ വഴി എനിക്ക് ലഭിക്കുമെന്ന് ചിന്തിക്കുക, എന്നിട്ട് കൊടുക്കുക. ഒരു സഹോദരൻ 10,000 രൂപ ഖുലൂ തക്ബീർ, അവർക്കൊന്ന് പറയും ഖുലൂ തക്ബീർ. ഇത് കഴിയുമ്പോൾ അടുത്തൊരാൾ നല്ല മനസ്സോടുകൂടി അടുത്തൊരു സഹോദരോട് ഇൻഷാഅല്ലാഹ്, അല്ലെങ്കിൽ നമ്മൾ ഉമ്മമാരായാലും വിഷയമില്ല, ഇനി ഉമ്മമാര് 10,000 പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ അടുത്തൊരാൾ ഇൻഷാഅല്ലാഹ് ഇവിടെ പറയണം. എല്ലാവരും ചൊല്ലിക്കുക, അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് ഈ പറയുന്നത്. അല്ലാഹുവേ, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ. ഒരു മനുഷ്യന്റെ സർട്ടിഫിക്കറ്റിനും വേണ്ടിയല്ലല്ലോ, നിന്റെ ദീനിന് വേണ്ടിയാണ് പറയുന്നത്. റബ്ബേ നീ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ആ 10,000 രൂപ ഏതൊരു സഹോദരൻ പറഞ്ഞോ അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ ഏതെന്നാണോ പടച്ചവനേ അത് നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാഹുവേ, വിഷമം കൊടുക്കല്ല അല്ലാഹ്, നമ്പരം കൊടുക്കല്ല റഹ്മാനേ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാഅല്ലാഹ് സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തത്